നമസ്കാരം, ഞാൻ ജിഷ്ണു വാസ്തവ. എല്ലാവർക്കും ഇടവന വേദസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ എല്ലാവർക്കും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നമുക്ക് ഈ വർഷത്തിലെ അശ്വതി മുതലുള്ള രേവതി വരെയുള്ള എല്ലാ നാളിൻ്റെയും ഫലങ്ങൾ പ്രത്യേകം നോക്കാം. അപ്പോൾ ഈ ഓരോ നാളിലും ഓരോ നാളുകാരും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും അതാത് നക്ഷത്രക്കാർ പ്രാർത്ഥിക്കേണ്ട ദേവതകളെയും പ്രത്യേകം പറയുന്നുണ്ട്. അപ്പം ആ ദേവതകളെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചു പോയാൽ ആ വരാനുള്ള ദോഷങ്ങളെ കുറഞ്ഞ് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം 2024 പൊതുവെ നല്ല വർഷം തന്നെയാണ്. അവർക്ക് എല്ലാ ശുഭകാര്യങ്ങളും കുടുംബത്തിലും അവരുടെ ജീവിതത്തിലും നടക്കാൻ വളരെ നല്ലൊരു വർഷം തന്നെയാണ്. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ആ പ്രത്യേക ടാലൻറ്റ് കൊണ്ട് അവർക്ക് ഹൈ പൊസിഷനിലേക്ക് ഉയരാനും അതുപോലെ തന്നെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ആ അറ്റൻഷനോട് കൂടി അവർക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് അവരുടെ ലൈഫിനെ കൊണ്ടെത്തിക്കാൻ സാധിക്കും. കൂടെ ജോലി ചെയ്യുന്നവരും സുപ്പീരിയേഴ്സ് എല്ലാം ഇവർക്ക് സപ്പോർട്ടായിട്ട് വരികയും ചെയ്യും. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ വർഷം വാഹനങ്ങൾ വാങ്ങാനും സ്ഥലം വീട് ഒക്കെ വാങ്ങാനും പ്ലാൻ ചെയ്തിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നല്ലൊരു സമയം കൂടിയാണ്. കുട്ടികൾ മുഖേന പേരൻസിന് നല്ലൊരു അഭിമാനം ഉണ്ടാകുന്ന കാര്യങ്ങളും കുടുംബത്തിലുണ്ടാവും. അതുപോലെ തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ശുഭകാര്യങ്ങൾക്ക് മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറാനും നല്ലൊരു സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ പങ്കാളിയുടെ ആരോഗ്യവും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് നല്ല ലാഭത്തിലേക്ക് വരും. അതുപോലെ തന്നെ ബിസിനസ് പുതിയ ബ്രാഞ്ച് തുടങ്ങാനോ ബിസിനസ് വ്യാപിപ്പിക്കാനോ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായ ഗൈഡൻസോ അല്ലെങ്കിൽ കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാൻ പാടുള്ളൂ. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജനങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് ഉണ്ടാവും. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് പഴി കേൾക്കുക അല്ലെങ്കിൽ നമ്മൾ കുറ്റം ഏൽക്കുന്ന ഒരവസ്ഥ വരിക. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും പ്രോപ്പർ വേയിൽ തന്നെ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പോലും പറ്റാത്ത കാര്യങ്ങൾക്ക് നമ്മുടെ മേൽ പഴി വരുന്ന സാഹചര്യം കൂടി ഉണ്ടാവും. സിനിമ മീഡിയ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് നല്ലൊരു അംഗീകാരവും ഗവൺമെൻറ്റിൽ നിന്നുള്ള സപ്പോർട്ട് വരെ കിട്ടാനുള്ള അനുകൂലമായ സമയം കൂടിയാണ് ഈ വരുന്ന ഒരു വർഷം. അശ്വതി നക്ഷത്രക്കാരായ കുട്ടികൾ വിദ്യാഭ്യാസത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. 2 വീലർ യൂസ് ഉപയോഗിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് വേണം ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുവാൻ. ENT സംബന്ധപ്പെട്ട അസുഖങ്ങൾ വേണം ഈ നക്ഷത്രക്കാരെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുവാൻ. ശിവപാർവതിയെയും സുബ്രഹ്മണ്യ ഭവാനെയും പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ലത്. ഭരണി നക്ഷത്രക്കാർക്ക് ഈ വർഷം അവരുടെ ആത്മവിശ്വാസവും ധൈര്യമൊക്കെ വർദ്ധിച്ച് എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോകുവാൻ വളരെ നല്ല സമയമാണ്. ഈ നക്ഷത്രക്കാരുടെ ആ ടാലൻറ്റ് അവർ ചെയ്യുന്ന ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ ആ ജോലിയുടെ ആ മാനേജ്മെൻറ്റ് കൃത്യമായിട്ട് എക്സ്പോസ് ചെയ്യാനും അത് ഏത് രീതിയിൽ ടാക്കിൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കൃത്യമായിട്ട് അവർക്ക് നിർവഹിക്കാനും പറ്റുന്നൊരു സമയം കൂടിയാണ്. ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നങ്ങളും ഈ ജോലിയിടത്തിലുണ്ടെങ്കിൽ അത് ആര് കൊണ്ടുവന്നാലും ആ പ്രശ്നങ്ങളെല്ലാം നമുക്ക് സുഖമായിട്ട് മാറ്റി നമ്മുടെ ജോലിയിൽ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് വേണം. മറ്റൊരാൾക്ക് മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഒരു കാരണവശാലും പറയാതിരിക്കുക. കുടുംബത്തിൽ നല്ല സന്തോഷമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കും. പങ്കാളിയുടെ വാക്കിന് ഒരല്പം കൂടി വില കൊടുത്ത് അവരുടെ ഇഷ്ടങ്ങൾ കൂടി അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടത് ഈ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് ഈ വരുന്ന ഒരു വർഷമല്ല എപ്പോഴും. അതുപോലെ തന്നെ അത് കൂടുതൽ സാമ്പത്തികം
വരവുണ്ടാവും, പക്ഷേ കൂടുതൽ ചെലവുണ്ടാകാൻ സാധ്യതയുള്ളൊരു വർഷം കൂടിയാണ്. അതുകൊണ്ട് പൈസ സൂക്ഷിക്കുന്ന കാര്യവും സാമ്പത്തികം സൂക്ഷിക്കുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ കൂടുതൽ ജാഗ്രത കൊടുക്കേണ്ടതാണ്. വീട് സംബന്ധമായിട്ടോ അല്ലെങ്കിൽ വാഹന സംബന്ധമായിട്ടോ അതിൻ്റെ റിനോവേഷനായിട്ട് ബന്ധപ്പെട്ടോ ഒരുപാട് സാമ്പത്തികം പൈസ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാനും ചിലവാകാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് കൂടുതൽ ലാഭത്തിലേക്ക് എത്തും. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ് ആണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ അത് ഫ്ലറിഷ് ചെയ്ത് വരാനും കൂടെ നല്ല സമയം കൂടിയാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായും ജനങ്ങളിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടാകും. പക്ഷേ പൊതുജനങ്ങളായിട്ട് ഇടപെടുമ്പോൾ വളരെ കെയർഫുള്ളായിട്ട് കോൺഷ്യസ് ആയിട്ട് തന്നെ വേണം ഇടപെടുവാൻ. മീഡിയയിലും സിനിമാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ വരാനും നല്ല ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. ഈ നക്ഷത്രക്കാരായ കുട്ടികൾ അവരുടെ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ അധ്യാപകരുടെയോ വാക്കുകൾ കൃത്യമായിട്ട് കേട്ടനുസരിച്ചാൽ അവരുടെ കരിയറിൽ, അതായത് വിദ്യാഭ്യാസത്തിൽ അവർക്ക് നല്ല സ്കോർ, മാർക്കിലും എല്ലാ രീതിയിലും അവർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഒരുപാട് രാത്രി യാത്രകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതെല്ലാം കഴിവതും ഒഴിവാക്കി വിടുക. അതുപോലെ തന്നെ നട്ടിൽ സംബന്ധമായിട്ട്, കഴുത്ത് സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് വേണം ഈ വർഷം മുന്നോട്ട് പോകാൻ. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. കാർത്തിക നക്ഷത്രം. ഈ 2024 കാർത്തിക നക്ഷത്രക്കാരുടെ ആ ലൈഫ് സ്റ്റാറ്റസ് പൊതുവേ ഉയരും. അത് വളരെ നല്ലത് തന്നെയാണ് അവർക്ക് ഈ വരുന്നൊരു വർഷം. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിഭാരം വളരെ നന്നായിട്ട് കുറയും. അതുപോലെ തന്നെ ആ ജോലി സ്ഥലത്ത് ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ്, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തീർച്ചയായിട്ടും അവർക്ക് ഈ വരുന്ന ഒരു വർഷം അത് മാറിക്കിട്ടും. ഏതെങ്കിലും രീതിയിലുള്ള ട്രാൻസ്ഫറോ സ്ഥലമാറ്റമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യതയും ഈ വരുന്ന ഒരു വർഷമുണ്ട്. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫറിലെ സ്ഥലം നമുക്ക് ഒരു സ്റ്റേറ്റിൽ നിന്നായാലും മറ്റു രാജ്യത്തിലേക്കായാലും അങ്ങനെ മാറുന്നത് അവർക്കത് വളരെ നല്ലത് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു ഹംബിൾനെസ്, വളരെ ആ സൗമ്യമായ സ്വഭാവം, ഇതൊക്കെ അവരുടെ കരിയറിൽ നല്ല നിലയിലേക്ക് എത്താൻ സാധിക്കും. പങ്കാളിയുടെ ആഗ്രഹങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോയാൽ അത് കുടുംബത്തിൽ തന്നെ വളരെ നല്ല സമാധാനം ഉണ്ടാക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകും. കുട്ടികളുടെ പ്രവർത്തനങ്ങൾ പേരൻസിനും വളരെ അഭിമാനകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ പേരൻസ് അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പാലിക്കുവാണെങ്കിൽ വളരെ ശുഭകരമായ മംഗളകരമായ കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കാനുള്ള സാധ്യതകളും യോഗങ്ങളുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരുടെ ആഭരണങ്ങൾ അല്ലെങ്കിൽ വസ്തുവകൾ, സാമ്പത്തികം എന്തു തന്നെ ആയാലും അത് കൃത്യമായിട്ട് സൂക്ഷിക്കണം. ബാങ്ക് ലോക്കറിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്ത് തന്നെ അത് വെക്കണം. നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് നല്ല രീതിയിൽ ഉയർന്നു വരും. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ കാര്യത്തിലും ആ ഡോക്യുമെൻറ്റ്സ് അവരുടെ സേഫ് കസ്റ്റഡിയിൽ തന്നെ വയ്ക്കണം. അതും നഷ്ടപ്പെടാൻ സാധ്യത ഈ നക്ഷത്രക്കാർ വളരെ കൂടുതലാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എന്ത് കാര്യം ചെയ്താലും അത് പലതവണ ആലോചിച്ചതിന് ശേഷം മാത്രം ഒരു തീരുമാനത്തിലേക്ക് എത്തുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് വാക്ക് കൊടുക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഏൽക്കുന്നത്, ഇതൊന്നും എടുത്തു ചാടി ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക. അങ്ങനെ ചെയ്താൽ അവരുടെ ഭാവിയിൽ അത് വളരെ വലുതായിരിക്കും. അതുപോലെ തന്നെ വാഹനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള തകരാറുകളുണ്ടെങ്കിൽ, ചെറുതാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് അത് പരിഹരിച്ച് തന്നെ മുന്നോട്ട് പോകണം. മീഡിയയിലും സിനിമാ മേഖലയിലും പ്രവർത്തിക്കുന്നവർ ചെറിയ തർക്കങ്ങളിലേക്കാണെങ്കിൽ പോലും മറ്റുള്ളവരിലേക്ക് ഒരു കാരണവശാലും പോകാതിരിക്കുക, ഒഴിഞ്ഞു മാറിപ്പോവുക. അതല്ലെങ്കിൽ അത് അവർക്ക് പല നഷ്ടങ്ങളും വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോയാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് അവരുടെ സ്വന്തം സ്ഥലത്തുനിന്നും വിദേശത്തുനിന്നും കിട്ടാനുള്ള യോഗങ്ങളുണ്ട്. കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ആ കഴിവിനും അനുസരിച്ചുള്ള അംഗീകാരവും കിട്ടും. അത് അവർക്ക് വളരെ സന്തോഷം ഉണ്ടാകും. അത് അവരുടെ വിദ്യാഭ്യാസത്തെയും നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്യും. ആരോഗ്യ സംബന്ധമായിട്ട് തലവേദന അല്ലെങ്കിൽ മൈഗ്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കണ്ണ് സംബന്ധമായിട്ട് ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് കൂടുതലാണ്. അപ്പോൾ അത് നേരത്തെ തന്നെ വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. തിരുപ്പതി വെങ്കടേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ലത്.
രോഹിണി നക്ഷത്രം. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായാൽ തീർച്ചയായും ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാവും. ഈ നക്ഷത്രക്കാർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആ ജോലി ചെയ്യുമ്പോൾ ഒരു തിടുക്കത്തോടും ഉത്കണ്ഠയോടും കൂടിയുള്ള ജോലി ചെയ്യുന്നൊരു സ്വഭാവം ഉണ്ടാവും. അതെല്ലാം മാറ്റി സമാധാനപരമായിട്ട് പലവിധ തർക്കങ്ങളും അവർക്ക് ജോലി സ്ഥലത്ത് ഉണ്ടാകാനുള്ള സാധ്യത. ഇതെല്ലാം മാറ്റി വളരെ കൂളായിട്ട് ജോലി ചെയ്താൽ അവർക്ക് ആ ജോലിയിൽ കരിയറിൽ അവർക്ക് ഉയരാൻ സാധിക്കും. അതുപോലെ തന്നെ ഏത് ജോലി ചെയ്താലും കറക്റ്റായിട്ട് ആ സൂപ്പർവിഷൻ കറക്റ്റായിട്ട് ഈ നക്ഷത്രക്കാർ ചെയ്തിരിക്കണം. മറ്റൊരാളെ ഏൽപ്പിക്കാൻ പോയാൽ അത് ഈ നക്ഷത്രക്കാർക്ക് തന്നെ അത് ബുദ്ധിമുട്ടായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും. കുടുംബത്തിൽ നല്ല സന്തോഷമൊക്കെ ഉണ്ടാവും, ഇഷ്ടംപോലെ സാമ്പത്തിക വരവുണ്ടാവും, അതുപോലെ തന്നെ സാമ്പത്തിക ചെലവും വളരെയധികം ഉണ്ടായിരിക്കും. ഈ നക്ഷത്രക്കാരുടെ കുടുംബപരദേവതയെ പ്രാർത്ഥിച്ചാൽ ഇവരെന്തൊക്കെ ആഗ്രഹിക്കുന്നോ അതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കും. വളരെ ശുഭകരവും മംഗളകരമായ കാര്യങ്ങൾ കുടുംബത്തിൽ നടക്കുകയും ചെയ്യും. ഗർഭിണികളായ സ്ത്രീകളുണ്ടെങ്കിൽ ഈ നക്ഷത്രക്കാർ വളരെയധികം അവരുടെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകുക. ഹാർഡ് വർക്കും ക്ഷമയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് ഇവരുടെ ബിസിനസ് ഉയർന്നു വരിക. ആ രീതിയിൽ പോയാൽ തീർച്ചയായിട്ടും ബിസിനസ് നല്ലൊരു പീക്ക് ലെവലിലേക്ക് എത്തിക്കാനും കൂടെ സാധിക്കും. അതുപോലെ തന്നെ ബാങ്ക് ലോണൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതിൻ്റെ റീപേയ്മെൻറ്റ് ചെയ്തു പോകണം. ബാങ്ക് സംബന്ധമായിട്ട് ഉള്ള രേഖകൾ, ഡോക്യുമെൻറ്റ്സ് എല്ലാം ഈ നക്ഷത്രക്കാരുടെ സേഫ് കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കേണ്ടതാണ്. രോഹിണി നക്ഷത്രക്കാരായ രാഷ്ട്രീയ പ്രവർത്തകർ കൃത്യമായിട്ടും ക്ഷമയോടുകൂടി തന്നെ ഒന്ന് വെയിറ്റ് ചെയ്ത് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും അവർക്ക് ശുഭകാര്യങ്ങളും നല്ല രീതിയിലുള്ള കാര്യങ്ങളും അവരുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ മുന്നോട്ട് വരും. മറ്റൊരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ കടം കൊടുക്കുന്ന രീതിയിലോ മറ്റവർക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നു അല്ലെങ്കിൽ ജാമ്യം നിൽക്കുക പോലുള്ള കാര്യങ്ങളിൽ ഒരു കാരണവശാലും ഇടപെടരുത്, നിൽക്കരുത്. അങ്ങനെ നിന്നാൽ അത് അവർക്ക് തന്നെ വിനയായിട്ട് വരാനുള്ള യോഗവും വളരെ കൂടുതലാണ്. മീഡിയയിലും കലാരംഗത്തും സിനിമാ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർ നല്ല രീതിയിലല്ലാത്ത വിനോദങ്ങൾ വളരെ കൂടാൻ സാധ്യതയുണ്ട്. അത് വളരെ കെയർഫുള്ളായിട്ട് അത് അവർ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അവരുടെ കരിയറിനെ തന്നെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും. കുട്ടികൾ ആ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ പഠിച്ച് വേണം മുന്നോട്ട് പോകാൻ. മദ്യപിച്ച് വാഹനം ഓടിക്കാനുള്ള സാധ്യത, ഒരു ടെൻഡൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് ചിലപ്പോൾ അത് വളരെ കെയർഫുള്ളായിരിക്കണം, അല്ലെങ്കിൽ പോലീസിൻ്റെയോ നിയമപരമായ നടപടികൾക്ക് വിധേയമാകേണ്ട സാധ്യതയും കൂടിയുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട്, ദഹന സംബന്ധമായിട്ട്, വയർ സംബന്ധമായിട്ട്, അസിഡിറ്റി മുഖേനയുള്ള അസുഖങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആഹാര കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് തന്നെ കഴിക്കേണ്ടതാണ്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ലത്. മകീര നക്ഷത്രം. ഈ നക്ഷത്രക്കാരുടെ ലൈഫ് സ്റ്റൈല് ഈ വർഷം നല്ല രീതിയിൽ ഉയർന്നു വരും. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിയിൽ പ്രൊമോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ അല്ലെങ്കിൽ സാലറി ഇൻക്രിമെൻറ്റ് ഇതുപോലെയൊക്കെ കിട്ടാനും അവരുടെ കരിയറും നല്ല രീതിയിൽ ഉയർന്നു വരാനും കൂടി നല്ലൊരു സമയം കൂടിയാണ് ഈ വരുന്നത്. ഒരു വർഷം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും രീതിയിലുള്ളൊരു അഹങ്കാര സ്വഭാവം ഇവർക്കുണ്ടെങ്കിൽ അത് മാറ്റുന്നത് അവരുടെ കരിയറിൽ വളരെ നല്ലതായിരിക്കും. വിദേശത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നക്ഷത്രക്കാർക്ക് ശ്രമിക്കാൻ പോകാൻ സാധിക്കും. കുടുംബത്തിൽ നല്ല സമാധാനപരമായ അന്തരീക്ഷമൊക്കെ ഉണ്ടാവും. റിലേറ്റീവ്സൊക്കെ കൂടുതൽ, ബന്ധുക്കാരൊക്കെ കൂടുതൽ അടുത്ത് വളരെ സന്തോഷകരമായ ഒരു അന്തരീക്ഷമായിരിക്കും കുടുംബത്തിലുള്ളത്. ദമ്പതികൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങും സ്നേഹത്തോടും കൂടി ആയിരിക്കും ഈ വർഷം ഇവർ മുന്നോട്ട് പോകുക. മുതിർന്നവരുടെ വാക്കുകൾ കേൾക്കുകയും അത് പാലിക്കുകയും ചെയ്താൽ അതും മേൽക്കുമേൽ ഉയർച്ച ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്തിലുണ്ടാവും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ കയ്യിലുള്ള രേഖകൾ കൂടുതൽ ജ്വല്ലറി ഐറ്റംസ് ആണ്. ജ്വല്ലറി ഐറ്റംസ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് നല്ല രീതിയിൽ തന്നെ ഉയർന്നു വരും. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും രീതിയിലുള്ള എഗ്രിമെൻ്റ് സൈൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നോക്കിക്കണ്ട് പഠിച്ചതിന് ശേഷം മാത്രം വേണം ബിസിനസ് പരമായ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്യുക. രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് ദീർഘനാളായിട്ട് അവർക്കുള്ള ഒരു സ്വപ്നം പൂവണിയുക എന്നൊക്കെ പറയില്ല, ആ രീതിയിൽ അവർക്കത് സഫലീകരിക്കാൻ സാധിക്കും. അത് കറക്റ്റായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യും. അവരുടെ സത്യസന്ധതയാണ് അവരുടെ മുഖമുദ്ര എന്ന് പറയുന്ന പോലെ തന്നെ അവർക്ക് ജീവിതത്തിലെ ഉയർച്ചകളുണ്ടാവും.
മീഡിയ, സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വരികയും കുട്ടികൾക്ക് അവരുടെ കഴിവിനുള്ള അംഗീകാരം ലഭിക്കുകയും ചെയ്യും. ഈ നക്ഷത്രക്കാർ ഏതെങ്കിലും രീതിയിൽ യാത്രകൾ പോകുന്നുണ്ടെങ്കിൽ അത് പകൽ സമയത്ത് തന്നെ പോകാൻ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് ENT സംബന്ധപ്പെട്ട അസുഖങ്ങൾ, ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കണം. വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ മുൻപേ തന്നെ എടുത്തു പോകേണ്ടതാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഒരു വർഷം നേരത്തെ അവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് ജോലി നല്ല ഉയർച്ചയും പ്രമോഷനും ട്രാൻസ്ഫർ പ്രമോഷനോട് കൂടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. പുതിയ അവസരങ്ങൾ, ജോലി അന്വേഷിക്കുന്നവർക്കും പുതിയ അവസരങ്ങൾ കിട്ടാനും കരിയറിൽ നല്ലൊരു നിലയിൽ എത്തിപ്പെടാൻ അവർക്ക് ഈ വർഷം സാധിക്കും. എന്നിരുന്നാൽ പോലും കൃത്യമായ പ്ലാനിങ്ങോടുകൂടിയും ക്ഷമയോടുകൂടിയും തന്നെ അവർ കാര്യങ്ങളെ ഡീല് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. മംഗളകാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ അവരുടെ കുടുംബ പരദേവതയാ ധർമ്മദൈവത്തെ കൂടി പ്രാർത്ഥിച്ചാൽ അവർ എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അതൊക്കെ അവർക്ക് ലഭിക്കും. ഒരു കാരണവശാലും അവരുടെ കുടുംബത്തിലെ ചില രഹസ്യങ്ങൾ അല്ലെങ്കിൽ അവർ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് നല്ല രീതിയിൽ വരും. പക്ഷേ അവരുടെ ഈ നക്ഷത്രക്കാരുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെൻറ്റ്, അവരുടെ ശ്രദ്ധ, അതെല്ലാം ആ ബിസിനസ്സിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ഉയരങ്ങളിലേക്കും കൂടുതൽ ലാഭം കൊയ്യാനും അവർക്ക് സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയ മേഖലയിലുള്ളവർ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവരവരുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരാളെ ഡിഗ്രേഡ് ചെയ്ത് പറയാതിരിക്കുക, പ്രവർത്തിക്കാതിരിക്കുക എന്ന് തന്നെയാണ്. അല്ലാതെ തന്നെ അവർ കൃത്യമായിട്ട് ആ പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോയാൽ രാഷ്ട്രീയ മേഖലയിൽ നല്ല ഉയരങ്ങളിലേക്ക് എത്താൻ ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം സാധിക്കും. മീഡിയ, സിനിമാ മേഖലയിൽ ഉള്ളവർക്കും കൂടുതൽ അവസരങ്ങളും ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്ക് ഉയർച്ചയും ഈ വർഷം തന്നെ ഉണ്ടാവും. വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്ക്, കുട്ടികൾക്ക് കൃത്യമായിട്ട് പഠിച്ചാൽ ആ മറ്റ് വിഷയങ്ങളിലേക്ക് പോകാതെ അവർ ചെയ്യുന്ന ആ കാര്യങ്ങൾ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്താൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടതായിട്ട് വരും. ആ യാത്രകളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരാനുള്ള യോഗം കൂടിയുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട് ജനിതക വൈകല്യങ്ങൾ, കണ്ണ്, പല്ല് തുടങ്ങിയ അസുഖങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും സൂചനകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പിന്നെ മൈഗ്രെയിൻ, വിട്ടുമാറാത്ത തലവേദന, ഇതുപോലെ എന്തെങ്കിലും ഒരു സൂചനയൊക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. ദക്ഷിണാമൂർത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. പുണർതം നക്ഷത്രക്കാർക്ക് ഈ വർഷം അവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ആ സ്വപ്നങ്ങൾ പൂവണിയുക എന്ന് പറയുന്ന പോലെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഈ വർഷം സഫലീകരിക്കും. അതിന് നല്ലൊരു സമയമാണ് ഈ വരുന്ന ഒരു വർഷം. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ആ ടാലൻറ്റ്, കഴിവിനനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കുകയും അവർക്ക് ട്രാൻസ്ഫർ അല്ലെങ്കിൽ പ്രമോഷൻ പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എഗ്രിമെൻ്റൊക്കെ സൈൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് വായിച്ച് നോക്കിയിട്ട് അതിനകത്ത് ലൂപ്പ് ഹോളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം എഗ്രിമെൻറ്റുകളൊക്കെ സൈൻ ചെയ്യുക. കുടുംബത്തിൽ നല്ല സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാവും. റിലേറ്റീവ്സ് എല്ലാവരും നമുക്ക് അനുകൂലമായിട്ട് വരും. ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം മാറി പോവുകയും കുടുംബത്തിൽ ശുഭകരവും മംഗളകരമായ കാര്യങ്ങൾ നടക്കാനുള്ള യോഗവും കൂടെയുണ്ട്. അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള സ്വത്ത്, പാരമ്പര്യ സ്വത്ത് കിട്ടാനുള്ള യോഗവും സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയും ഈ വർഷം തന്നെ ഉണ്ടാവും. കുട്ടികൾ മാതാപിതാക്കൾക്ക് അംഗീകാരം നൽകുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ചൂടുള്ള ആഹാര പദാർത്ഥങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ നക്ഷത്രക്കാരുടെ ആ ഫുൾ കോൺസെൻട്രേഷൻ ബിസിനസ്സിൽ തന്നെ കൊടുക്കണമെങ്കിൽ മാത്രമേ അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു നിലയിലേക്ക് ബിസിനസ് ഉയർന്നു വരികയുള്ളൂ. വിദേശത്ത് ബിസിനസ് ചെയ്യുന്നവർ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമാണ്.
രാഷ്ട്രീയ മേഖലയിലുള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് പിന്നിൽ നിന്ന് കുത്താനുള്ളൊരു സാധ്യതയുണ്ട്, പിന്നിൽ നിന്ന് പല ചരടുവലികളുണ്ടാവും. ഇതൊക്കെ വളരെ സൂക്ഷിച്ച് വളരെ കെയർഫുള്ളായിട്ട് തന്നെ മുന്നോട്ട് പോകേണ്ട വർഷമാണ് ഈ വരുന്നത് 2024. മീഡിയ അതുപോലെ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പുതിയ ചാൻസുകളും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൽ നിന്ന് അംഗീകാരവും കിട്ടാനും ഒരു ഗുഡ് വില്ല് കിട്ടാനും കൂടിയ നല്ല സമയം കൂടിയാണ്. കുട്ടികൾക്ക് അവരുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള പരീക്ഷയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ യാത്രകൾ ചെയ്യുമ്പോൾ ഓവർ സ്പീഡൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അല്പം ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. ആരോഗ്യ സംബന്ധമായിട്ട്, നട്ടില് സംബന്ധമായിട്ട്, മുട്ട്, പല്ല്, കണ്ണ്, അതുപോലെ തന്നെ അടിവയറ് സംബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ യഥാസമയത്ത് എടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് നല്ലത്. പൂയം നക്ഷത്രക്കാർക്ക് 2024 ദീർഘനാളായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ സോൾവ് ചെയ്ത് അല്ലെങ്കിൽ സെറ്റിൽ ചെയ്ത് സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വർഷമാണ്. പ്രൊഫഷണൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ആ ടാലൻറ്റിനനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കുകയും ട്രാൻസ്ഫർ അല്ലെ പ്രൊമോഷൻ, സാലറി ഇൻക്രിമെൻറ്റ് പോലുള്ള കാര്യങ്ങൾ അവർക്ക് ലഭിക്കുകയും ചെയ്യും. പക്ഷേ പിന്നിൽ നിന്ന് കുത്തുന്ന ആൾക്കാർ ഇവർക്കുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കുന്നത് ഇവർക്ക് വളരെ നല്ലതാണ്. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. ദമ്പതികൾ തമ്മിലും നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് തന്നെയായിരിക്കും മുന്നോട്ട് പോവുക. നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളൊക്കെ തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരണന്മാരുടെയും അല്ലെങ്കിൽ പൂർവികരുടെയൊക്കെ അനുഗ്രഹം അവരെ പ്രാർത്ഥിച്ച് തീർച്ചയായിട്ടും ആ തടസ്സങ്ങളൊക്കെ മാറി കുടുംബത്തിൽ നല്ല മംഗളകാര്യങ്ങളൊക്കെ നടക്കാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. ദീർഘനാളായിട്ട് എന്തെങ്കിലും കടബാധ്യത ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുമാറാനും അനുകൂലമായ സമയമാണ് ഈ വരുന്ന ഒരു വർഷം. ദീർഘനാളായിട്ടുണ്ടായിരുന്ന ആ കടബാധ്യതയൊക്കെ കുറയും. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിന് പുറത്തുനിന്നൊരാളെ ഒരു കാരണവശാലും നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവരരുത്. നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ പാടില്ല. ഈ നക്ഷത്രക്കാരുടെ ഡയറക്റ്റ് അറ്റൻഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ് നല്ല രീതിയിൽ ഉയർന്നു വരിക. അതുപോലെ തന്നെ ആ ഡയറക്റ്റ് അറ്റൻഷൻ സാമ്പത്തിക കാര്യങ്ങളിലും ബാങ്കിൽ നിന്ന് ലോൺ പോലെയുള്ള കാര്യങ്ങളിലും ഗവൺമെൻറ് പരമായിട്ടുള്ള നിയമപരമായ കാര്യങ്ങളിലും ആ ഡയറക്റ്റ് അറ്റൻഷൻ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ നക്ഷത്രക്കാർ പ്രതീക്ഷയ്ക്കനുസരിച്ച് ബിസിനസ് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. രാഷ്ട്രീയ മേഖലയിലുള്ളവർ അവരുടെ ഒരു സത്യസന്ധത വച്ച് പുലർത്തിയാൽ തീർച്ചയായിട്ടും എത്ര തടസ്സങ്ങൾ എന്തൊക്കെ വന്നാലും അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ പുതിയ പോസ്റ്റുകൾ തീർച്ചയായിട്ടും അവർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. മീഡിയ, സിനിമാ മേഖലയിലുള്ളവർ ഒരു കാരണവശാലും അവരുടേതായ രഹസ്യ സ്വഭാവമുള്ള കാര്യങ്ങൾ മറ്റൊരാളുമായി ഷെയർ ചെയ്യാതിരിക്കുക. അങ്ങനെ ഷെയർ ചെയ്ത് തീർച്ചയായിട്ടും അവർക്ക് തന്നെ വിനയായിട്ട് വരുന്ന സാഹചര്യമുണ്ടാകും. കുട്ടികൾക്ക് നല്ല സമയമാണ്. വിദ്യാഭ്യാസത്തിന് അവർക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന സമയമാണ്. രാത്രി യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും ഒഴിവാക്കുക. ആരോഗ്യപരമായിട്ട്, ദഹന സംബന്ധമായിട്ട്, മുട്ട്, അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ വേണ്ട ട്രീറ്റ്മെൻറ്റ് യഥാസമയം എടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. മഹാലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് നല്ലത്. ആയില്യം നക്ഷത്രക്കാർക്ക് അവരുടെ ആ കഠിനാധ്വാനത്തിലൂടെ അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലും കരിയറിലും ബിസിനസ് ലൈഫിലും അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർ കൃത്യമായ പ്ലാനിങ്ങും പങ്ക്ച്വാലിറ്റിയും നിലനിർത്തിയാൽ അവരുടെ ജോലിയിൽ നല്ലൊരു ഉയർച്ചയും ഒരു നല്ല ഗുഡ് വില്ലും അവർക്ക് ഈ വർഷം ലഭിക്കും. ഒരു കാരണവശാലും കൂടെ ജോലി ചെയ്യുന്നവരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടാൻ പോകാതിരിക്കുക എന്നുള്ളത് ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുടുംബത്തിൽ നല്ല സമാധാനം, സന്തോഷമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ലീഗലായിട്ട് ഏതെങ്കിലും വിധത്തിലുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് അവസാനിക്കും. ഈ നക്ഷത്രക്കാർ അവരുടെ കുട്ടികളുമായിട്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഓപ്പണായിട്ട് തന്നെ, വളരെ ഓപ്പണായിട്ട് തുറന്ന് സംസാരിക്കുക. അതുപോലെ തന്നെ കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കും. ഒരു കാരണവശാലും മനസ്സിൽ സംശയവും അതുപോലെയുള്ള കാര്യങ്ങൾ
മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കാതെ ഇരിക്കുക. ഓപ്പണായിട്ട് അതിപ്പോൾ പങ്കാളികളോടാണെങ്കിലും കുട്ടികളോടാണെങ്കിലും ഓപ്പണായി സംസാരിച്ച് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ സ്നേഹത്തോട് തന്നെ മുന്നോട്ട് പോയാൽ കുടുംബത്തിൽ വളരെ സമാധാനപരമായിരിക്കും. ബിസിനസ് ചെയ്യുന്നവരെ ബിസിനസ്സിൽ വളരെ എത്രമാത്രം ശ്രദ്ധിക്കാമോ, ഡയറക്റ്റ് അറ്റൻഷൻ കൊടുക്കാമോ അത്രയ്ക്ക് ഡയറക്റ്റ് അറ്റൻഷൻ കൊടുത്ത് തന്നെ മുന്നോട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും തിടുക്കത്തിൽ അല്ലെ പെട്ടെന്ന് പോയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. അതിനെക്കുറിച്ച് പഠിച്ച് പല പ്രാവശ്യം ചിന്തിച്ചതിന് ശേഷം മാത്രമേ അതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകാൻ പാടുള്ളൂ. രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് തീർച്ചയായിട്ടും അവർക്ക് നല്ല സപ്പോർട്ട് കിട്ടി നല്ലൊരു ഉയർച്ചയിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവർക്ക് രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കാൻ സാധിക്കും. മീഡിയ സിനിമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ആ ഒരു അഹങ്കാരം ആയിട്ടുള്ള സ്വഭാവം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പിന്നെ പൊങ്ങച്ചം വർത്തമാനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുന്നത് അവരുടെ കരിയറിന് വളരെ നല്ലതായിരിക്കും. കുട്ടികൾ അവരുടെ ആ ഉത്തരവാദിത്വം, ആ വിദ്യാഭ്യാസത്തിലും ആ പഠിത്തത്തിലുള്ള ഉത്തരവാദിത്വം മനസ്സിലാക്കി പഠിച്ചാൽ അവർക്ക് നല്ല സ്കോറ് നേടാൻ സാധിക്കും. മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദൂരെ ട്രാവൽ ചെയ്ത് പോയി അല്ലെ ഒരുപാട് ട്രാവൽ ചെയ്ത് പോയിട്ടുള്ള വിനോദ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഒഴിവാക്കുന്നത് ഈ നക്ഷത്രക്കാർക്ക് നല്ലതാണ്. ആരോഗ്യ സംബന്ധമായിട്ട് ഞരമ്പ് സംബന്ധമായിട്ട് BP അതുപോലെ തന്നെ മെൻ്റൽ ഡിപ്രഷനൊക്കെ കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പകർച്ചവ്യാധി അണുബാധ മൂലമുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇവർ ശ്രദ്ധിച്ച് ഒരു അകലം പാലിച്ച് തന്നെ വേണം ഇവർ നിൽക്കുവാൻ. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ലത്. മകനക്ഷത്രക്കാര് ഈ വർഷം അവരുടെ ആ ഒരു മടി ആയിട്ടുള്ള സ്വഭാവം ഒന്ന് മാറ്റി വെച്ചാൽ അവർക്ക് നല്ല ഉയർച്ച അവരുടെ കരിയറിലുണ്ടാവും, അവരുടെ ജീവിതത്തിലുണ്ടാവും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് മടി സ്വഭാവമുള്ള ആൾക്കാരല്ല, പക്ഷെ ഈ വർഷം അതിനുള്ള സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലിയിൽ കൂടുതൽ ഉത്തരവാദിത്വവും അധിക ഉത്തരവാദിത്വവും ചുമതലയും അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഏതൊക്കെ വന്നാലും കൃത്യമായിട്ട് ആ ജോലി ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്താൽ അവരുടെ കരിയറിൽ അത് വളരെ നല്ല ഗുഡ് വില്ലും ഒരു സാമ്പത്തികമായിട്ട് ഉയർച്ചയും അവർക്ക് എത്തിക്കും. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ആർഗ്യുമെന്റ്സ് തർക്കങ്ങളൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ. അതൊക്കെ അതിൽ നിന്നൊക്കെ ഒഴിവായി പോവുക എന്നുള്ളത് ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരുടെ കുട്ടികൾ വഴി ഇവർക്ക് ഉയർച്ചയും ഐശ്വര്യവും വർദ്ധിക്കും. ശുഭകാര്യങ്ങൾക്കോ മംഗളകാര്യങ്ങൾക്കോ വേണ്ടി കടമൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ വർഷം അവർക്ക് സെറ്റിൽ ചെയ്യാൻ സാധിക്കും. ഈ നക്ഷത്രക്കാരുടെ പങ്കാളിയുടെ ആരോഗ്യനിലയൊക്കെ മെച്ചപ്പെടും. ബിസിനസ് വളരെ ശ്രദ്ധിച്ച് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഒരു കാരണവശാലും ഷെയർ മാർക്കറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കഴിവതും ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകണം. രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് പുതിയ സ്ഥാനങ്ങളും അംഗീകാരങ്ങളും ലഭിക്കാനും നല്ല സമയം കൂടിയാണ്. സിനിമ മീഡിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ അവരുടെ ആ ഒരു ചില സംസാര ശൈലിയുണ്ട്, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള സംസാര ശൈലി. അതൊന്ന് മാറ്റി സൗമ്യ രീതിയിൽ ഇടപെട്ടാൽ അവർക്ക് കൂടുതൽ അവസരങ്ങൾ ഇവരെ തേടി വരും. ഈ നക്ഷത്രക്കാരായ കുട്ടികൾ പഠിക്കുമ്പോൾ എത്ര പഠിക്കുന്നോ അതിൻ്റെ ഡബിളായിട്ട് പഠിച്ചാൽ മാത്രമാണ് അവർക്ക് ആ പ്രതീക്ഷിക്കുന്ന സ്കോറ് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ഓവർ സ്പീഡിംഗ് ഒക്കെ ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ ഒന്ന് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോകണം. ആരോഗ്യ സംബന്ധമായിട്ട് ഞരമ്പ് സംബന്ധമായിട്ടോ കാൽസ്യത്തിൻ്റെ വിറ്റാമിൻ കുറവ് അസ്ഥി സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് തന്നെ മുന്നോട്ട് പോകണം. നരസിംഹസ്വാമി പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ലത്. പൂര നക്ഷത്രക്കാർ ഈ വർഷം എന്ത് കാര്യം ചെയ്താലും അതിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്താൽ മാത്രമേ അവർക്ക് ഈ വർഷം വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ജോലി ചെയ്യുന്നവരുടെ അവരുടെ ജോലി സ്ഥലത്തും ആ ജോലി കാര്യത്തിലും ക്ഷമയും ആ ഡയറക്റ്റ് സൂപ്പർവിഷനും തീർച്ചയായിട്ടും കൊടുത്താൽ ജോലിയിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ ഈ വർഷം അവർക്ക് സാധിക്കും. അതുപോലെ തന്നെ അവർ ചെയ്യേണ്ട ജോലി ഒരു കാരണവശാലും അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം മറ്റുള്ളവരെ ഏൽപ്പിക്കാതിരിക്കുക.
അവർ സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഡോക്യുമെന്റ്സ് എല്ലാം അവരുടേതായ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറി നല്ലൊരു സുഖകരവും സന്തോഷകരമായ കുടുംബസ്ഥിതിയിലേക്ക് വരും. അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ലക്ഷറി ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കടം എടുക്കുന്നത് അല്ലെങ്കിൽ ഓവർ എക്സ്പെൻസ് ഒക്കെ വരുത്തി വെക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ നക്ഷത്രക്കാർ അവരുടെ പേരൻസിൻ്റെ അല്ലെങ്കിൽ മുതിർന്നവരുടെ അഭിപ്രായവും ഉപദേശവും കേട്ട് മുന്നോട്ട് പോയാൽ, അത് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോയി ആ ശുഭകാര്യങ്ങളും മംഗളകാര്യങ്ങളൊക്കെ ചെയ്താൽ അതിലൂടെ കുടുംബത്തിൽ വളരെ നല്ല ഒരു അന്തരീക്ഷമായിരിക്കും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുക. ബിസിനസ് ഉയർന്നു വരും. അത് എത്രമാത്രം ഉയർന്നു വരണമെന്ന് ഈ നക്ഷത്രക്കാരുടെ ഹാർഡ് വർക്ക് അനുസരിച്ച് തന്നെ. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ ഹൈ ലെവലിലേക്ക് ബിസിനസ് ഉയർത്തിക്കൊണ്ടുവരാനും സാധിക്കും. അതുപോലെ തന്നെ ബാങ്ക് ലോൺ അല്ലെങ്കിൽ മറ്റു കടങ്ങളൊക്കെ കൃത്യമായിട്ട് ഓൺ ടൈമിൽ പേയ്മെൻറ്റ് സെറ്റിൽ ചെയ്ത് മുന്നോട്ട് പോകണം. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ ഏറ്റവും കൂടുതലായിട്ട് അവർ ഈ വർഷം പാലിക്കേണ്ടത് ക്ഷമയാണ്. ആ ക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ എടുത്തുചാട്ടമോ മറ്റ് കടുകെട്ടിയ വാക്കുകളൊക്കെ ഉപയോഗിച്ചാൽ അത് അവർക്ക് തന്നെ വിനയായിട്ട് വരും. അതുകൊണ്ട് ക്ഷമിച്ചു തന്നെ ആ അവസരം നോക്കി തന്നെ അവർക്ക് അത് മുതലെടുക്കാനും അതിലൂടെ അവർക്ക് അതിജീവിക്കാനും സാധിക്കും. മീഡിയയിലും സിനിമാ മേഖലയിലും ഉള്ളവർ മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുന്ന വാക്കുകൾ അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന വാക്കുകൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കുക. ആ രീതിയിൽ ഉപയോഗിച്ചാൽ അവർക്ക് വരാൻ പോണ അവസരങ്ങൾ നഷ്ടപ്പെടാനുള്ള അവരുടെ വാക്കുകൊണ്ട് ആ വാക്ക് അവർക്ക് തന്നെ വിനയായിട്ട് വരുന്ന സാഹചര്യങ്ങൾ, അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകും. ഈ നക്ഷത്രക്കാരുടെ വാഹനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള റിപ്പയർ ഒക്കെ ഉണ്ടെങ്കിൽ നാളെ ചെയ്യാം എന്ന് പറഞ്ഞ് വയ്ക്കാതെ കഴിവതും കയ്യോടെ തന്നെ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട സമയങ്ങളിലായിരിക്കും അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് വരിക. ആരോഗ്യ സംബന്ധമായിട്ട് ജനിതക വൈകല്യം, സൈനസായിട്ട് ബന്ധപ്പെട്ടത്, ഈ പ്രാണികളിൽ നിന്നുള്ള കടി, അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. രക്തക്കൊള്ളായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങൾ, ഇതുപോലുള്ള അസുഖങ്ങളും ഉപദ്രവങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് നല്ലത്. ഉത്തരം നക്ഷത്രക്കാർക്ക് ഈ വർഷം 2024 അവരുടെ ആ ക്ഷമ അവർക്ക് കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ, എല്ലാ കാര്യങ്ങളും ഒരു ക്ഷമ വേണം, അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ 2024 അവർക്ക് വളരെ നല്ലതായിരിക്കും. ജോലി ചെയ്യുന്നവർ ആ കൃത്യമായ പ്ലാനോട് കൂടിയും ഏകാഗ്രതയോട് കൂടിയും തന്നെ ആ ഉത്തരവാദിത്വം മനസ്സിലാക്കി ജോലി ചെയ്താൽ നല്ലൊരു അംഗീകാരം ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും ഗവൺമെൻറ്റിൽ നിന്നും കിട്ടാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ അവരുടെ എക്സ്പേർട്സിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിൻ്റെ കയ്യിൽ നിന്നുള്ള ആ ഒരു അഡ്വൈസും ഇവർക്ക് ഇവരുടെ കരിയറിൽ വളരെ നല്ലത് തന്നെയായിരിക്കും. കുടുംബത്തിൽ നല്ല സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാവും. ഈ നക്ഷത്രക്കാരുടെ പങ്കാളിയുടെ ഉപദേശം ഒരു പരിധി വരെ ഇവർക്ക് ഗുണം ചെയ്യും. ഈ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പഴയ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ അതായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അത് വീണ്ടും ഡിസ്കസ് ചെയ്ത് കുടുംബത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് വളരെ വലിയൊരു പ്രശ്നങ്ങളും ഇവരുടെ ലൈഫിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരുടെ കുട്ടികളുടെ ആരോഗ്യവും ഭാവിയും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ്സിൽ സ്ലോയിലായിരിക്കും ഉയർന്നു വരിക. പക്ഷേ കണ്ടിന്യൂസ് എഫർട്ട് ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉയർന്നു വരും. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർ വളരെയധികം കൂടുതൽ എഫർട്ട് കൊടുത്താൽ അത് നല്ല നിലയിലേക്ക് അവർക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് നല്ല ലാഭത്തിലേക്കും എത്തിക്കാൻ സാധിക്കും. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ ജനപങ്കാളിത്തം അല്ലെങ്കിൽ കൂടുതൽ സപ്പോർട്ട് ഈ നക്ഷത്രക്കാർക്ക് കിട്ടും. പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രോമിസ് ആർക്കും കൊടുക്കരുത്. പലതവണ ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു കാര്യത്തിലേക്ക് ഒരു വാക്ക് കൊടുക്കുക, ഒരു പ്രോമിസ് കൊടുക്കുകയോ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അത് അവർക്ക് തന്നെ ഭാവിയിലേക്ക് വിനയായിട്ട് വരും. സിനിമാ മേഖലയിൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അവർക്ക് മുൻപുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അതിൻ്റെ പഠിത്തത്തിൽ അതിൻ്റെ വെളിച്ചത്തിൽ വേണം അവർ ഭാവിയിലേക്ക് മുന്നോട്ട് പോകുവാൻ. അല്ലെങ്കിൽ വീണ്ടും ആ പണ്ടുണ്ടായിട്ടുള്ള ആ പ്രശ്നത്തിൽ വീണ്ടും പോയി ചാടരുത് എന്ന് തന്നെയാണ് ഓപ്പണായിട്ട് പറയാനുള്ളത്.
അതുകൊണ്ട് എന്തുണ്ടെങ്കിലും കൃത്യമായിട്ട് മനസ്സിലാക്കി എനിക്കിത് പണ്ട് വന്ന അനുഭവമാണ്, അതുകൊണ്ട് ഇനി ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല എന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നല്ല അവസരങ്ങൾ ഇവരെ നോക്കിയിരിക്കുന്നുണ്ട്. കുട്ടികൾ, വിദ്യാർത്ഥികൾ ആ ഡെയിലി പഠിക്കേണ്ടത് ഡെയിലി തന്നെ പഠിച്ചു പോയാൽ അവർക്ക് കൂടുതലായിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കും. രാത്രി യാത്രകളൊക്കെ ഉണ്ടെങ്കിൽ കഴിവതും ഈ നക്ഷത്രക്കാരെ ഒഴിവാക്കുക. ആരോഗ്യ സംബന്ധമായിട്ട് ഉറക്കമില്ലായ്മയുണ്ട്, അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള ബുദ്ധി, മെൻ്റൽ ഡിപ്രഷൻ, രക്തത്തിലൂടെയുള്ള അണുബാധ തുടങ്ങിയ അസുഖങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. ദുർഗാദേവി പ്രാർത്ഥിക്കുന്നതാണ് ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് നല്ലത്. അത്തം നക്ഷത്രക്കാർ അവരുടെ ആ ഒരു ക്ഷമ മെയിൻറ്റെയിൻ ചെയ്ത് കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ വളരെ അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വിജയത്തിലേക്ക് എത്തുന്ന ഒരു വർഷമായിരിക്കും 2024. അതുപോലെ തന്നെ അവരുടെ ആ കഴിവിനുള്ള അംഗീകാരം കൂടെ അവരുടെ ജോലി സ്ഥലത്ത് അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കും. എന്ത് കാര്യം ചെയ്താലും കൃത്യമായിട്ട് പ്ലാനിങ്ങോടുകൂടി പങ്ക്ച്വാലിറ്റിയോട് കൂടി ചെയ്താൽ കരിയറിൽ നല്ല ഉയർച്ച അവർക്ക് നേടാൻ സാധിക്കും. കുടുംബത്തിൽ നല്ല സമാധാന സന്തോഷമൊക്കെ വർദ്ധിക്കും. അതുപോലെ തന്നെ ഇവർ ചില സമയത്ത് കടുപ്പമുള്ള വാക്കൊക്കെ ഉപയോഗിക്കും, അത് മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന രീതിയിലാവാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കുറച്ച് സൗമ്യമായിട്ട് ഇടപെട്ടാൽ, അതുപോലെ തന്നെ മുതിർന്നവരൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്യും. അതുകൊണ്ട് സൗമ്യമായിട്ട് തന്നെ ഇവർ വാക്കുകൾ കുടുംബത്തിൽ ഉപയോഗിക്കണം. കുടുംബത്തിൽ ചെലവുകൾ തീർച്ചയായിട്ടും വർദ്ധിക്കും, തീർച്ചയായിട്ടും വരുമാനം വർദ്ധിക്കും. അതുപോലെ തന്നെ ശുഭകാര്യങ്ങൾക്കും മംഗളകാര്യങ്ങൾക്കും വേണ്ടി കൂടുതൽ ചിലവാകാനുള്ള സാധ്യതയും കൂടെയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഒന്ന് സ്ലോ ആയിരിക്കും, പക്ഷേ കൃത്യമായിട്ട് നമ്മുടെ ഡയറക്റ്റ് അറ്റൻഷനും ഹാർഡ് വർക്കും കൂടെ ചെയ്താൽ മാത്രമായിരിക്കും നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ച് ബിസിനസ് വളർന്നു വരിക. അതുപോലെ തന്നെ ഗവൺമെൻറ് സംബന്ധമായിട്ട് ചില ഇഷ്യൂസൊക്കെ വരും. അതുകൊണ്ട് ടാക്സ് സംബന്ധമായുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ആ പീരീഡിൽ അടച്ചു തന്നെ പോകേണ്ടതാണ്. രാഷ്ട്രീയ മേഖലയിലുള്ളവർ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് എടുത്തുചാട്ടം പാടില്ല. എല്ലാം ക്ഷമയോടുകൂടി കൃത്യമായിട്ട് നോക്കിയിരുന്ന്, ഞാൻ ആദ്യം പറഞ്ഞ പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോയാൽ കൃത്യമായി നല്ല രീതിയിൽ ഉറപ്പായിട്ടും ഞാൻ ഗ്യാരണ്ടിയോടുകൂടി പറയാൻ സാധിക്കും അവർക്ക് ഉയർച്ചയിലെത്താൻ സാധിക്കും. മീഡിയയിലുള്ളവർ, സിനിമാ രംഗത്തുള്ളവർ, അവർക്ക് ചില കാര്യങ്ങളിൽ ചില മടി സ്വഭാവങ്ങൾ ചിലത് കാണാൻ സാധിക്കും. ആ മടി ഒന്ന് മാറ്റി വെച്ചാലും അവർക്ക് കരിയറിൽ തിളങ്ങാൻ സാധിക്കും. ഈ അത്തം നക്ഷത്രക്കാരായ കുട്ടികൾ രാവിലെ എഴുന്നേറ്റ് പഠിച്ചാൽ അവർക്ക് കൂടുതൽ മാർക്ക് അവരുടെ പരീക്ഷയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വാഹനം ഡ്രൈവ് ചെയ്യുന്ന ഒരു ഓവർ സ്പീഡ് ആവാൻ സാധിക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത്, അൾസർ സംബന്ധമായിട്ട് BP, അലർജി, ശ്വാസ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ അതൊക്കെ ഒന്ന് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ട സമയത്ത് കൃത്യമായിട്ട് എടുത്ത് തന്നെ പോകേണ്ടതാണ്. മഹാവിഷ്ണു ഭഗവാൻ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ചിത്തിര നക്ഷത്രക്കാർ 2024 ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, എന്ത് കാര്യം ചെയ്താലും ക്ഷമയോടുകൂടി കാത്തിരുന്ന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ ചില അശ്രദ്ധകൾ വരാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് രണ്ടും അവർ ചെയ്യാൻ പാടില്ല. നല്ല പങ്ക്ച്വാലിറ്റിയോടുകൂടി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ്. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ വർദ്ധിക്കും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ കുട്ടികളും ഇവർക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളൊക്കെ കുടുംബത്തിലുണ്ടാവും. ഇവരുടെ വിവാഹ കാര്യങ്ങളാകുമ്പോഴും പേരൻസ് അല്ലെങ്കിൽ മുതിർന്നവർ പറയുന്നത് അനുസരിക്കാനും കൂടെ ഈ നക്ഷത്രക്കാരൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഇവർക്ക് ജ്വല്ലറി മേടിക്കുന്നതിന്, ആഭരണങ്ങൾ മേടിക്കുന്നതിന്, ലക്ഷറി ഐറ്റംസ് മേടിക്കുന്നതിനൊക്കെ സാമ്പത്തിക ചെലവ് ഈ വർഷം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഒന്ന് സ്ലോ ആവും. അതുപോലെ തന്നെ എഗ്രിമെൻ്റ് കാര്യങ്ങളൊക്കെ എഴുതുമ്പോൾ അതിനകത്ത് നിയമപരമായ കാര്യങ്ങളുണ്ടാവും, അതൊന്നും ലംഘിക്കാൻ പാടില്ല. എല്ലാം ആ പ്രോപ്പർ വേയിൽ തന്നെ കൃത്യമായിട്ട് മുന്നോട്ട് പോകേണ്ടതാണ്. രാഷ്ട്രീയ മേഖലയിലുള്ളവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട, അവരുടെ പൊങ്ങച്ചം പറച്ചിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് അല്പം കുറയ്ക്കുന്നതും, അതുപോലെ തന്നെ നിയമപരമായ പ്രശ്നങ്ങളിൽ ഇടപെടാൻ സാധ്യതയുണ്ടെങ്കിൽ അതുപോലെയുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ
ഒഴിവായി നിൽക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഇടപെട്ടാൽ അത് അവർക്ക് തന്നെ വിനയായിട്ട് വരാനുള്ള സാധ്യതയും ഈ വർഷം വളരെ കൂടുതലാണ്. കലാസാഹിത്യം മേഖലയിലുള്ളവർ ഏതെങ്കിലും രീതിയിലുള്ള വിദേശയാത്രകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ രാജ്യത്തെ നിയമ സംവിധാനങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കിയിട്ട് വേണം ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇടപെടാൻ പോകാതിരിക്കുക. അങ്ങനെ ഇടപെട്ടാൽ അത് അവർക്ക് നിയമസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പേരൻസ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ചിത്ര നക്ഷത്രക്കാരുള്ള കുട്ടികൾക്ക് ആവശ്യമില്ലാത്ത രീതിയിലുള്ള വിനോദങ്ങൾ അവരെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് ഇല്ലാതാക്കണം. ദീർഘദൂര യാത്രകൾ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് റെസ്റ്റ് എടുത്ത് വേണം യാത്ര ചെയ്യാൻ, അല്ലെങ്കിൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആരോഗ്യ സംബന്ധമായിട്ട് മൈഗ്രെയിൻ, സൈനസ്, കിഡ്നി സ്റ്റോൺ പോലെയുള്ള അസുഖങ്ങളും ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വേണ്ട ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുത്ത് മുന്നോട്ട് പോവുക. വെങ്കടേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ലത്. ചോതി നക്ഷത്രക്കാർക്ക് ഈ വർഷം അവരുടെ ആ തുടർച്ചയായ അധ്വാനത്തിലൂടെ മാത്രമാണ് അവർക്ക് നല്ല ഉയരങ്ങളിലേക്ക് അവർക്ക് ഈ വർഷം എത്തിപ്പെടാൻ സാധിക്കുക. അതുപോലെ തന്നെ ജോലി സ്ഥലങ്ങളിൽ അവരുടെ ആ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഉയർന്ന് നല്ലൊരു നിലയിലേക്കും അവർക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഒരു കാരണവശാലും കൂടെ ജോലി ചെയ്യുന്നവരെ ഒരു കുറ്റം പറയുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ല. സുപ്പീരിയേഴ്സൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരുന്ന സാഹചര്യം കൂടി ഉണ്ടാകും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കാരണവശാലും സുപ്പീരിയേഴ്സിനെയും പോലും ഒരു കുറ്റം പറയാൻ പാടില്ല എന്നുള്ളതാണ്. കുടുംബത്തിൽ നല്ല സന്തോഷ സമാധാനമൊക്കെ ഉണ്ടാകും. കുട്ടികളുടെ ആ പ്രവർത്തനവും അത് പേരൻസിന് നല്ലൊരു സന്തോഷം ഉണ്ടാക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ പങ്കാളിയായിട്ട് ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മാനേജ് ചെയ്യുക. ഈ നക്ഷത്രക്കാർ അവരുടെ കുടുംബപരദേവതയെ പ്രാർത്ഥിക്കുന്നത് അവർക്ക് ജീവിതത്തിൽ വളരെ ഗുണപ്രദമായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർ ഈ നക്ഷത്രക്കാരുടെ ആ ഒരു സത്യസന്ധത അവരുടെ ബിസിനസ്സിന് ഉയർച്ചയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ഒരു കാരണവശാലും മറ്റുള്ളവരുടെ നിർബന്ധത്താൽ നമുക്കറിയില്ലാത്ത ബിസിനസ്സിൽ കൊണ്ടുപോയി ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക, ഇവരത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ചെയ്യാൻ ഈ വർഷം പാടില്ല. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ വർഷം വളരെ നല്ലതാണ്. അവരുടെ ആ സത്യസന്ധതയും ക്ഷമയും അവർക്ക് നല്ലൊരു പോസ്റ്റ് കിട്ടാനും കൂടെ ഉപകരിക്കും. കലാരംഗത്തും മീഡിയ രംഗത്തും ഉള്ളവർ അവരുടെ ആ ഒരു കഴിവുകൊണ്ട് തന്നെ അവർക്ക് നല്ല ഉയർച്ചയിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഓപ്പോസിറ്റ് ജെൻഡറായിട്ട്, അതായത് സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാരായിട്ടും പുരുഷന്മാർ സ്ത്രീകളായിട്ടും ഇടപെടുമ്പോൾ നമുക്ക് പല ചീത്തപ്പേര് പോലെയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഫുൾ കോൺസെൻട്രേഷൻ കൊടുത്താൽ മാത്രമാണ് ഒരു മീഡിയം ലെവലിൽ അവർക്ക് പഠിച്ച് സ്കോർ ചെയ്യാൻ സാധിക്കുക. ഈ നക്ഷത്രക്കാർ വാഹനം ഓടിക്കുമ്പോൾ അവർക്ക് ആ ഒരു ക്ഷമ വളരെ അത്യാവശ്യമാണ്. അല്ലാതെ നമുക്ക് ടെൻഷൻ അടിച്ച് വാഹനം ഓടിക്കുന്ന സാഹചര്യം ഒരു കാരണവശാലും ഇവർക്ക് ഉണ്ടാകാൻ പാടില്ല. ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ആരോഗ്യ സംബന്ധമായിട്ട് അലർജി, ആങ്സൈറ്റി, അതുപോലെ തന്നെ രക്തക്കൊഴൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ യഥാസമയം എടുക്കുക. ഹനുമാൻ സ്വാമി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. വിശാഖം നക്ഷത്രക്കാർ ഈ വർഷം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവർക്ക് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് തിടുക്കത്തിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവും. അതല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയോട് കൂടി ചെയ്യുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള പ്രവണതകൾ അതൊന്ന് അവർ മാക്സിമം ഒന്ന് മനസ്സിലാക്കി അത് കുറച്ചുകൊണ്ട് വരുന്നത് അവരുടെ കരിയറിൽ വളരെ നല്ലതായിരിക്കും. ഈ വർഷം ഇവരുടെ ആ ജോലിയിലുള്ള ഉത്തരവാദിത്വം വളരെ കൂടുതലായിട്ട് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജോലി സ്ഥലത്ത് അനാവശ്യമായിട്ട് നമ്മൾ സങ്കടപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് അത് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് ടയേർഡായിട്ടിരിക്കുന്ന ഒരവസ്ഥ ഒരു കാരണവശാലും അത് പുറത്ത് കാണിക്കാൻ പാടില്ല. ഒറ്റ കാര്യം ഓർത്താൽ മതി, കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. ആ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ ഇവർക്ക് കൃത്യമായിട്ട് അറിയാൻ, ഈ വർഷം തന്നെ ഈ നക്ഷത്രക്കാർ അറിയാൻ പറ്റും അവരുടെ കരിയറിലെ ഗ്രോത്ത് നല്ല ഹൈറ്റ്സിലേക്ക് പോകാൻ പറ്റും. കുടുംബത്തിൽ നല്ല സമാധാനമായിട്ടുള്ള അന്തരീക്ഷമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ
ഇവരുടെ പങ്കാളിയും ഇവർക്ക് നല്ലൊരു അന്തരീക്ഷവും അതുപോലെ തന്നെ നല്ലൊരു സപ്പോർട്ടുമായിരിക്കും. അതുപോലെ നമ്മുടെ പങ്കാളിയുടെ പ്രവർത്തനവും ഇവർക്ക് ഈ നക്ഷത്രക്കാർക്ക് നല്ലൊരു ഉയർച്ചയും നല്ലൊരു അഭിമാനവും കൂടിയായിരിക്കും ഈ വരുന്നൊരു വർഷം. കുട്ടികളോട് പെരുമാറുമ്പോൾ ഇടപെടുമ്പോൾ കുറച്ചുകൂടി സൗമ്യമായിട്ട് ഇടപെടുന്നത് ഈ നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ ശുഭകാര്യങ്ങൾ നടക്കാനുള്ള യോഗങ്ങളുണ്ട്. അതുപോലെ തന്നെ പുതിയ പ്രോപ്പർട്ടീസ് മേടിക്കാനും വാഹനം മേടിക്കാനും അനുകൂലമായ സമയമാണ് ഈ വരുന്ന ഒരു വർഷം. പക്ഷേ ഇതെല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ക്ഷമയോടുകൂടി കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ ചെയ്യേണ്ടതാണ്. അത് മറക്കാൻ പാടില്ല. ബിസിനസ് ചെയ്യുമ്പോൾ ബിസിനസ്സിൽ ലാഭം നന്നായിട്ട് വർദ്ധിക്കും. അതുപോലെ തന്നെ കുടുംബപരമായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഡയറക്റ്റ് അറ്റൻഷൻ ഈ നക്ഷത്രക്കാരെ ആ ഡയറക്റ്റ് അറ്റൻഷൻ കൊടുത്ത് തന്നെ വേണം ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആവശ്യമില്ലാതെ ഒരുപാട് ദേഷ്യം വരുന്നൊരു സ്വഭാവം ഉണ്ടാകും. അതുപോലെ തന്നെ ഓവർ ടെൻഷൻ അല്ലെങ്കിൽ ഉത്കണ്ഠ വരുന്ന സാഹചര്യങ്ങൾ, ഇതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ അവർ ഒഴിവാക്കിയാൽ അവർക്ക് നല്ല രീതിയിൽ രാഷ്ട്രീയ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. കലാരംഗത്തും സിനിമാ മേഖലയിലും ഉള്ളവർ, മീഡിയ രംഗത്തുള്ളവർ അവരുടേതായ ഫുൾ എഫർട്ട് ഇട്ടാൽ മാത്രമാണ് അവർക്ക് കുറച്ചെങ്കിലും നല്ല രീതിയിൽ അവർക്ക് അവരുടെ ആ കരിയർ അവർക്കൊന്ന് തെളിയിക്കാൻ സാധിക്കുക. കുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ വിദ്യാഭ്യാസത്തിനും അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട പഠിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്ലാനിങ്ങും ഗൈഡൻസും അത് വളരെ അത്യാവശ്യമാണ്. ആ ഗൈഡൻസ് നല്ല അറിവുള്ളവരിൽ നിന്ന് തന്നെ സ്വീകരിച്ച് പ്ലാൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പുറത്ത് പോകുമ്പോൾ അപരിചിതരിൽ നിന്ന് നമ്മൾ ആഹാരം സ്വീകരിക്കുകയോ കഴിക്കുകയോ ചെയ്യാൻ പാടില്ല. അത് പല പ്രശ്നങ്ങളും ഈ നക്ഷത്രക്കാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിൽ ENT സംബന്ധമായിട്ട് അസ്ഥി പല്ല് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് നല്ലത്. അനിഴം നക്ഷത്രക്കാർ 2024 ശ്രദ്ധിക്കേണ്ടത്, അവർ ചില സാഹചര്യങ്ങളിൽ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്ന് ഒരു കടുപ്പമുള്ള വാക്കുകൾ പറയാനും അത് മറ്റുള്ളവർക്ക് മുറിവേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്തു പോകുന്നത് ഇവർക്ക് നല്ലതാണ്. ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ തീർച്ചയായിട്ടും പ്രൊമോഷൻ അവർ പ്രതീക്ഷിക്കുന്ന പ്രൊമോഷൻ കാര്യങ്ങൾ കിട്ടും. പക്ഷെ അതൊന്ന് സ്ലോയിലായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാരണവശാലും ജോലിയിൽ മറ്റുള്ളവരുടെ ഒരു റിവെഞ്ച് എടുക്കുന്ന ഒരു സ്വഭാവവിശേഷത ഉണ്ടെങ്കിൽ അത് കഴിവതും ഒഴിവാക്കുക. കൃത്യമായിട്ട് ഗൈഡൻസോട് കൂടി അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിൻ്റെ അഡ്വൈസോട് കൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ വേർപിരിഞ്ഞിരിക്കുന്ന ദമ്പതികളുണ്ടെങ്കിൽ അവർക്ക് യോജിക്കാനും വളരെ നല്ല സമയമാണ്. ഒരു കാരണവശാലും നമ്മുടെ പങ്കാളിയെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് ഈ നക്ഷത്രക്കാരിൽ നിന്ന് വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കാനുള്ള യോഗങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ലക്ഷറി ഐറ്റംസ്, ആഭരണങ്ങൾ, ജ്വല്ലറി ഐറ്റംസ് ഒക്കെ വാങ്ങാനുള്ള യോഗവും ഇവർക്കുണ്ട്. ബിസിനസ്സിൽ കൃത്യമായ ഒരു പ്രോഫിറ്റ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് അറിയില്ലാത്ത ബിസിനസ്സിലോ ഒരു പരിചയമില്ലാത്ത ബിസിനസ്സിലോ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് കൂടുതൽ ലാഭം കിട്ടാനും കൂടെ നല്ല സമയമാണ് ഈ വരുന്ന ഒരു വർഷം. രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് ക്ഷമ വളരെ അത്യാവശ്യമാണ്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അവരുടെ നല്ലതല്ലാത്ത സൗഹൃദങ്ങൾ വഴി വരാനുള്ള സാധ്യതയുണ്ട്. അതിലൊന്നും ഒരു കാരണവശാലും ഇടപെട്ടാൽ അത് അവരുടെ ഗുഡ് വില്ലിനെ തന്നെ ബാധിക്കും. കലാരംഗത്തും മീഡിയയിലും ഉള്ളവർ അവരുടെ ചില സൗഹൃദങ്ങൾ വഴി അവർക്ക് കിട്ടാനുള്ള സാധ്യതകൾ, അവസരങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയും കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൗഹൃദങ്ങൾ വളരെ ശ്രദ്ധിച്ച് വേണം, നമ്മൾ എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് പറയുന്നതൊക്കെ വളരെ ശ്രദ്ധിച്ച് വേണം ഡീൽ ചെയ്യാൻ. അല്ലെങ്കിൽ കിട്ടാനുള്ളതും കൂടെ നമുക്ക് നഷ്ടപ്പെടുന്നൊരവസ്ഥയുണ്ടാകും. കുട്ടികൾ കൃത്യമായിട്ടൊരു മെഡിറ്റേഷൻ പോലെയൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ അവരുടെ ആ ഒരു മടി സ്വഭാവം മാറുകയും നല്ല ഉന്മേഷത്തോടു കൂടി അവർക്ക് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഈ നക്ഷത്രക്കാരുടെ വാഹനങ്ങൾക്ക് ഏതെങ്കിലും ചെറിയ രീതിയിലുള്ള റിപ്പയർ ഉണ്ടെങ്കിൽ പോലും അത് കൃത്യമായിട്ട് റിപ്പയർ ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. അതുപോലെ തന്നെ പല്ല്, സൈനസ്, നട്ടെല്ല് തുടങ്ങിയ അവയവങ്ങളിൽ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് തന്നെ മുന്നോട്ട് പോവുക. സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്.
തൃക്കേട്ട നക്ഷത്രക്കാർക്ക് 2024 നല്ല ആത്മവിശ്വാസവും ധൈര്യമൊക്കെ വന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ്. അതുപോലെ തന്നെ അവരുടെ കരിയറിൽ ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളെല്ലാം മാറി നല്ല രീതിയിൽ അവർക്ക് കരിയറിൽ കത്തിജ്വലിക്കാൻ സാധിക്കും. സുപ്പീരിയേഴ്സൊക്കെ അവർക്ക് നല്ല സപ്പോർട്ടായിട്ട് വരും. ഏതെങ്കിലും രീതിയിലുള്ള അഹങ്കാര സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റുന്നത് വളരെ നല്ലതാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങളൊക്കെ നടക്കും. അതുപോലെ തന്നെ കുടുംബസ്വത്തായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് പോകുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് നല്ലത്. നമുക്ക് പുതിയ സൗഹൃദങ്ങൾ കിട്ടും. അപ്പോൾ ആ പുതിയ സൗഹൃദങ്ങൾ വരുമ്പോൾ അത് ഓവർ അറ്റാച്ച്മെൻറ്റ് കൊടുക്കാതിരിക്കുക. അങ്ങനെ കൊടുക്കുന്നത് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നല്ലതല്ല. അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികം വരവുണ്ടാവും. പക്ഷെ ആ സാമ്പത്തിക വരവുണ്ടാകുമ്പോൾ നഷ്ടപ്പെടാതിരിക്കാൻ സേവിങ്സ്, ഒരു സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതും നല്ലതാണ്. ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ ഒരു അഹങ്കാര സ്വഭാവം അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ഒരു ക്യാരക്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് കുടുംബത്തിലും അത് മാറ്റി വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. അതുപോലെ തന്നെ അയൺ സംബന്ധപ്പെട്ടും കെമിക്കലായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് ഹൈ പ്രോഫിറ്റ് കിട്ടാനും കൂടെ അനുയോജ്യമാണ്. രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് നല്ല നല്ല സപ്പോർട്ട് കൂടുതൽ ലഭിക്കും. പക്ഷേ അവരുടെ വർത്തമാനം കൊണ്ട് തന്നെ, അല്ലെ അവരുടെ ചില അഹങ്കാര സ്വഭാവം കൊണ്ട്, അല്ലെ ഫോണിൽ കൂടെ സംസാരിക്കുന്ന ചില ഹാഷ് വേർഡ്സ്, ഒരു വളരെ മോശപ്പെട്ട വാക്കുകൾ കൊണ്ട് തന്നെ അവർ തന്നെ വിനയായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് സംസാരം വളരെ കെയർഫുള്ളായിട്ട് വേണം. നമ്മൾ തന്നെ വിനയായിട്ട് വരുന്ന സാഹചര്യം ഒരിക്കലും ഉണ്ടാക്കാൻ പാടില്ല. കലാരംഗത്തും മീഡിയ രംഗത്തും അവർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഒന്നും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവർ നന്നായിട്ട് അവരുടേതായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അവരുടെ കഴിവ് തെളിയിച്ച് കാണിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ല അവസരങ്ങൾ രണ്ടാമതും വിളിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രക്കാരായ കുട്ടികൾക്ക് ടീച്ചേഴ്സിൻ്റെയും പേരൻസിൻ്റെയും ഉപദേശം ഒരു കാരണവശാലും അവഗണിക്കരുത്. തീർച്ചയായിട്ടും ആ ഉപദേശം ഉൾക്കൊണ്ട് തന്നെ വിദ്യാഭ്യാസം ചെയ്ത് മുന്നോട്ട് പോകണം. വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ഷമ വളരെ അത്യാവശ്യമാണ്. ആരോഗ്യ സംബന്ധമായിട്ട് ഷോൾഡർ പെയിൻ, കഴുത്ത്, കാൽമുട്ട് തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേണ്ട ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുത്ത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. മൂല നക്ഷത്രക്കാർക്ക് ഈ വർഷം അവർക്ക് പൊതുവേ മടിയില്ല. പക്ഷേ ഈ വർഷം അവർക്ക് മടി ആയിട്ടുള്ളൊരു സ്വഭാവവിശേഷം വരും. അപ്പോൾ അതൊന്ന് കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് വളരെ നല്ല വർഷമായിരിക്കും 2024. കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടി പോയാൽ, ആ പങ്ക്ച്വാലിറ്റിയോട് കൂടി പോയാൽ അവർക്ക് കരിയറിൽ തന്നെ നല്ലൊരു ഗുഡ് വില്ല് നേടാൻ സാധിക്കും. പുതിയ ഉത്തരവാദിത്തങ്ങൾ കിട്ടും. ഒരു കാരണവശാലും ആ ഉത്തരവാദിത്തങ്ങൾ തള്ളിക്കളയുകയോ നിരസിക്കുകയോ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കൂടെ ജോലി ചെയ്യുന്നവരുമായിട്ടും ഒരു തർക്കങ്ങളിലേക്കോ വഴക്കിലേക്കോ ആർഗ്യുമെന്റിലേക്കോ പോകാൻ പാടില്ല. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു തേർഡ് പേഴ്സന്റെ ഇടപെടൽ കുടുംബത്തിലേക്ക് ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല. അത് ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം. പാരമ്പര്യമായിട്ട് കിട്ടേണ്ട സ്വത്തുവകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കിട്ടാനും നല്ലൊരു സമയമാണ്. പക്ഷേ ഇവരുടെ കയ്യിലിരിക്കുന്ന ആ രേഖകൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ കൃത്യമായിട്ട് തന്നെ സൂക്ഷിച്ച് വെക്കണം. നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ പുതിയ വാഹനങ്ങൾ മേടിക്കുകയോ നമ്മുടെ വീട് ഷിഫ്റ്റ് ചെയ്യുകയോ പുതിയ വീട് മേടിക്കുകയോ ചെയ്താൽ ആ ക്ഷമയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം വേണം ഓരോ കാര്യങ്ങളും ഡിസൈഡ് ചെയ്യാൻ. എടുത്തുചാട്ടം പാടില്ല. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. പക്ഷെ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് ഇവരുടെ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുക. രാഷ്ട്രീയ മേഖലയുള്ളവർ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പ്രവൃത്തിയിലും ആ വാക്കിലും ആ ക്ഷമ വളരെ അത്യാവശ്യമാകണം. ആ ക്ഷമയുണ്ടെങ്കിൽ മാത്രമേ അവരാഗ്രഹിക്കുന്ന രീതിയിലേക്ക് എങ്കിലും അവർക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. കലാ മേഖലയുള്ളവർക്കും മീഡിയ രംഗത്തുള്ളവർക്കും ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. എന്നാലും ഒന്ന് സ്ലോ ആയിരിക്കും. പക്ഷേ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് അല്ലെ ടിപ്സ് ഉപയോഗിച്ച് നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം. പല പാകപ്പിഴകളും വരും. പല ട്രാപ്പിലും പെടാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾ അവരുടെ ആ ഉത്തരവാദിത്വം, ആ പഠിക്കുന്ന കാര്യത്തിലുള്ള ഉത്തരവാദിത്വം കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ വേണം അവരുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാൻ. ശ്രദ്ധിക്കേണ്ടത് അവർക്ക് പല വിധത്തിലുള്ള ചീത്ത കൂട്ടുകെട്ടുകൾ വരാനുള്ള സാധ്യതയുണ്ട് ഈ മൂലനഷ്ടം. അപ്പോൾ ആ കൂട്ടുകെട്ടും കൂടെ ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അവരുടെ വിദ്യാഭ്യാസം മുഴുവൻ ഡൗൺ ആയി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രാത്രി യാത്രകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും രാത്രിയിൽ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിൽക്കുകയോ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയോ ചെയ്യാൻ പാടില്ല. ആരോഗ്യ സംബന്ധമായിട്ട് പാരമ്പര്യമായിട്ടുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ അൾസർ, BP തുടങ്ങിയ അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്.
പൂരാട നക്ഷത്രക്കാർക്ക് അവരുടെ ഒരു ആത്മവിശ്വാസവും ധൈര്യമൊക്കെ വർദ്ധിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു വർഷമാണ് 2024. ജോലി സ്ഥലത്തായാലും അവർ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഉയർച്ചയും പ്രശ്നങ്ങളൊക്കെ തീർന്ന് സമാധാനമായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടാവും. പക്ഷെ അപ്രതീക്ഷിതമായ ചില ട്രാൻസ്ഫർ വരാനുള്ള സാധ്യതയുണ്ട്. ദമ്പതികൾ തമ്മിൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് തന്നെ ആയിരിക്കും മുന്നോട്ട് പോവുക. മറ്റൊരു സന്തോഷ വർത്തമാനം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരായ പേരൻസിൻ്റെ അഡ്വൈസ് അല്ലെ ഗൈഡൻസ് കുട്ടികൾ അനുസരിക്കും. അപ്പം അതും ഇവർക്ക് വളരെ നല്ല സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് 2024. പുതിയ വാഹനം വാങ്ങാനും അതുപോലെ തന്നെ വീട് മോഡിഫൈ ചെയ്യാനും കൂടി ഒരു സമയം കൂടിയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിൽ ഹാർഡ് വർക്കിലൂടെ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. അതുപോലെ തന്നെ വിദേശവുമായി ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നവർക്കാണെങ്കിൽ അവരുടെ ഫാമിലി ആയിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രം അവർ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് അവരുടെ ആ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ വർദ്ധിച്ച് നല്ല ഗുഡ് വില്ല് കിട്ടാനും കൂടെ നല്ലതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ടത്, ഏതെങ്കിലും പേപ്പറിൽ ഡോക്യുമെന്റ് സൈൻ ചെയ്യുന്നവന് കൃത്യമായിട്ട് അത് പഠിച്ചതിന് ശേഷം മാത്രം ആ സൈനിങ്ങിലേക്ക് പോവുക. കലാരംഗത്തും മീഡിയയിലും ഉള്ളവർ അവരുടേതായ ഒരു വർത്തമാനത്തിലൂടെ അല്ലെങ്കിൽ പൊങ്ങച്ചം വർത്തമാനത്തിലൂടെ അവർക്ക് കിട്ടാനുള്ള അവസരം കൂടെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ആ ഒരു സംസാരം ഒന്ന് മിതപ്പെടുത്തുക. പൂരാട നക്ഷത്രക്കാരായ കുട്ടികളിൽ അവരുടെ സൗഹൃദങ്ങൾ വഴി, ചീത്ത കൂട്ടുകെട്ടുകൾ വഴി അവർക്ക് പല അവസരങ്ങളും അവർക്ക് നഷ്ടപ്പെടും. സത്യസന്ധമായി പഠിച്ചാൽ മാത്രമേ ആ ഒരു ബാഡ് ഫ്രണ്ട്ഷിപ്പ് മാറ്റി സത്യസന്ധമായിട്ട് പഠിച്ചാൽ മാത്രമേ അവർക്ക് മുന്നോട്ട് പോകാനും അവർക്ക് അവരുടെ മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. ഇവർ യാത്രയ്ക്ക് പോകുമ്പോൾ ഇവരുടെ ആ ഒരു കുടുംബ പരദേവത, യാത്രയ്ക്കല്ല എപ്പോഴും ആ ഒരു കുടുംബ പരദേവതയെ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം വേണം ഇവർ പുറത്തേക്ക് പോകാൻ. അതുപോലെ തന്നെ കൃത്യസമയത്ത് ഓൺ ടൈമിൽ ഫുഡ് കഴിക്കാനും കൂടി ഈ നക്ഷത്രക്കാരെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടിവയറായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ശ്വാസമായിട്ട് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങളൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യത ഉണ്ടാകും. ഒന്ന് കെയർഫുൾ രംഗനാഥ ഭവനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ദീർഘനാളായിട്ട് അവർ മനസ്സിൽ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു സ്വപ്നം അവർക്ക് സാക്ഷാത്കരിക്കാൻ പറ്റുന്ന ഒരു വർഷം കൂടിയാണ് ഈ വർഷം. അവരുടെ കരിയറിൽ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉയർച്ചയും പ്രമോഷനും ഒക്കെ കിട്ടാനും കൂടി നല്ല സമയം കൂടിയാണ്. ഏത് രീതിയിലുള്ള പ്രമോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫറോട് കൂടിയുള്ള പ്രമോഷനൊക്കെ അവർ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർക്ക് ശ്രമിക്കാവുന്നതാണ്. പക്ഷേ അവർക്ക് കൂടുതൽ ആ ഒരു മടി സ്വഭാവം ഇടയ്ക്കുണ്ടാവും. ആ മടി സ്വഭാവം മാറി കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്താൽ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഉയർച്ച അവർക്ക് ലഭിക്കും. കുടുംബത്തിൽ നല്ല സമാധാനം ഉണ്ടാവും. അതുപോലെ തന്നെ ദമ്പതികൾ തമ്മിൽ നല്ല ഐക്യത്തോടു കൂടി ആയിരിക്കും കുടുംബജീവിതത്തിൽ മുന്നോട്ട് പോവുക. ശുഭകാര്യങ്ങൾ, മംഗളകാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കാനുള്ള ഒരു സാധ്യതയും യോഗമൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കുട്ടികളുടെ പ്രവർത്തനവും മാതാപിതാക്കൾക്ക് വളരെ സന്തോഷകരമായിരിക്കും. അതുപോലെ ജ്വല്ലറി ഐറ്റംസ്, ലക്ഷറി ഐറ്റംസ് ഒക്കെ മേടിക്കാനുള്ള യോഗവും കൂടി ഈ വർഷമുണ്ട്. ദീർഘനാളായിട്ട് ഒരു വീട് എന്ന സ്വപ്നം മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2024 അവർക്കത് സാധിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഒന്ന് സ്ലോ ആവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ബിസിനസ് വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി അല്ലെ പുതിയ തുടങ്ങുമ്പം ഇല്ലീഗലായിട്ടോ അല്ലെ ഷോർട്ട് കട്ടിൽ കൂടെ ഏതെങ്കിലും രീതിയിൽ കൂടെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. നിയമപരമായിട്ട് പിടി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ കെയർഫുള്ളായിട്ട് തന്നെ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുക. രാഷ്ട്രീയ മേഖലയിലുള്ളവർ അവരുടെ ആ ഒരു വർത്തമാനത്തിലോ അല്ലെങ്കിൽ ഓവറായിട്ടുള്ള ഒരു പൊങ്ങച്ചം പറച്ചിലൂടെ അവർക്ക് ഒരുപാട് കിട്ടാനുള്ള പൊസിഷൻസ്, സാധ്യതകളൊക്കെ അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. കലാരംഗത്ത്, മീഡിയ രംഗത്തുള്ളവർക്കും കൃത്യമായിട്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർക്ക് കിട്ടി പോവുകയും ഈ വർഷം ചെയ്യും. കുട്ടികൾ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഒരു കാരണവശാലും നാളേക്ക് വയ്ക്കരുത്. അന്നന്ന് പഠിച്ചു പോയില്ലെങ്കിൽ അത് മറവിക്കും. അതുപോലെ പല തടസ്സങ്ങൾക്കും അവരുടെ വിദ്യാഭ്യാസത്തിന് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഓവർ സ്പീഡ് ഡ്രൈവ് ചെയ്യുന്നവരും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യ സംബന്ധമായിട്ട് കഴുത്ത്, വയറ്, ഷോൾഡർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് ശ്രദ്ധിക്കുക. ഗണവിഭാവനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്.
തിരുവോണ നക്ഷത്രക്കാർക്ക് പൊതുവെ 2024 എല്ലാ കാര്യങ്ങളും ഇവർക്ക് അനുകൂലമായിട്ടായിരിക്കും വരിക. അതുപോലെ തന്നെ ജോലിയിൽ അവരെ പ്രതീക്ഷിക്കുന്ന സാലറി ഇൻക്രിമെൻറ്റ്, അതുപോലെ ട്രാൻസ്ഫർ, പ്രൊമോഷൻ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരാനുള്ള യോഗവും വളരെ കൂടുതലാണ്. പക്ഷേ ഇവർ മറ്റുള്ളവരുടെ കൂടെ ജോലി ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ കുറ്റം ചൂണ്ടിക്കാണിച്ച് പ്രവർത്തിക്കാതിരിക്കുക. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ഫാമിലീസ് ഉണ്ടെങ്കിൽ അവർ ജോയിൻ ചെയ്യാനും കൂടെ ഒരു നല്ല സമയം കൂടിയാണ്. ഈ നക്ഷത്രക്കാരുടെ പങ്കാളിയുടെ പ്രവർത്തനങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഒരു അഭിമാനം ഉണ്ടാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ മംഗളകാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കാൻ എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി ശുഭകരമായിട്ട് മംഗളകാര്യങ്ങളൊക്കെ കുടുംബത്തിൽ നടക്കുകയും ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാർ അവരുടെ ഓപ്പോസിറ്റ് ജെൻഡറായിട്ട്, അതായത് സ്ത്രീകളാണ് പുരുഷന്മാരായിട്ടും സ്ത്രീകളായിട്ടും ഇടപെടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പല ചീത്തപ്പേരുകളും പ്രശ്നങ്ങളും ഇവർക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ബിസിനസ് വളർച്ച ഒന്ന് പതുക്കെ ആയിരിക്കും. പക്ഷേ സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. രാഷ്ട്രീയ മേഖലയിലുള്ളവർക്ക് വളരെ നല്ല സമയമാണ്. ഒരുപാട് ജനങ്ങളിൽ നിന്ന്, പബ്ലിക്കിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടാനും കൂടെ അനുകൂലമായ സമയമാണ്. അതുപോലെ ഇവരുടെ ലീഡേഴ്സിൻ്റെ അടുത്ത് ഏതെങ്കിലും രീതിയിലുള്ളൊരു അഹങ്കാര സ്വഭാവം അവർ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് മാറ്റി സൗമ്യമായിട്ട് നിൽക്കുന്നത് ഇവർക്ക് ഹൈ പൊസിഷൻ കിട്ടാൻ വളരെ നല്ലതാണ്. കലാരംഗത്ത് മീഡിയയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ആ ഒരു സ്ഥിരോത്സാഹത്തോടു കൂടി കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രവർത്തനത്തിലൂടെ അവർക്ക് നല്ല നല്ല അവസരങ്ങൾ അവർക്ക് കിട്ടും. കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്താൽ അവർക്ക് ഹൈ സ്കോർ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും. ഈ നക്ഷത്രക്കാരുടെ വാഹനങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ചെറിയ തകരാറാണെങ്കിൽ പോലും അത് കൃത്യമായിട്ട് റിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് കഴുത്ത്, അടിവയറ്, മൈഗ്രെയിൻ പോലെയുള്ള അസുഖങ്ങളൊക്കെ അവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ച് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുത്ത് മുന്നോട്ട് പോകും. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. അവിട്ടം നക്ഷത്രക്കാർക്ക് 2024 അവർക്ക് പ്രോപ്പർട്ടി ലഭിക്കുകയും അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റാറ്റസ് വർദ്ധിക്കുകയും ചെയ്യും. കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ഇവർക്ക് അനുകൂലമായിട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാകും. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഇവർക്ക് അനുയോജ്യമായ സമയമാണ് ഈ വരുന്ന ഒരു വർഷം. പക്ഷേ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇവർക്ക് ആ ക്ഷമ ഇവർക്ക് വളരെ അത്യാവശ്യമായിട്ട് മുൻപിൽ തന്നെ വേണം. കുടുംബത്തിന് നല്ല സമാധാനമൊക്കെ ഉണ്ടാകും. പക്ഷേ ഇവരുടെ ആ ഒരു പ്രത്യേക രീതിയിലുള്ള കടുപ്പത്തിലുള്ള വാക്കുകൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുന്ന വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിവതും അത് കുടുംബത്തിലോ മറ്റുള്ളവരിലേക്കോ അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവരുടെ ദീർഘനാളായിട്ടുള്ള ഒരു സ്വപ്നം അല്ലെങ്കിൽ വിവാഹം അല്ലെങ്കിൽ കുട്ടികൾ അതൊക്കെ ഈ വർഷം അവർക്ക് നടക്കാനുള്ളൊരു യോഗവും വളരെ കൂടുതലാണ്. സാമ്പത്തിക കാര്യങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്താൽ മാത്രമേ അത് പ്രോപ്പറായിട്ട് ഭാവിയിലേക്ക് ഇവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ബിസിനസ് ചെയ്യുന്നവർക്ക് പാർട്ണർഷിപ്പ് ബിസിനസ് ആയിരിക്കും അത് കൂടുതലായിട്ട് അവർക്ക് നല്ലൊരു ഹൈറ്റ്സിലേക്ക് ഇവരെ എത്തിക്കുക. രാഷ്ട്രീയ മേഖലയിലുള്ളവർ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടമായ കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ക്ഷമ വേണോ. ഞാൻ ആദ്യമേ പറഞ്ഞു. അതുകൂടാതെ തന്നെ ചില തമാശ രീതിയിലുള്ള ഫണ്ണി സ്പീച്ച്, ചില തമാശ രീതിയിലുള്ള സംസാരം ഉണ്ടാവും. ആ തമാശ രീതിയിലുള്ള സംസാരം അത് പല സീരിയസ് ആയ പ്രശ്നം ഉണ്ടാക്കുകയും അത് ഇവരുടെ കരിയറെ തന്നെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിരിക്കുക ഇവരുടെ സംസാര ശൈലി. കലാരംഗത്ത് മീഡിയ ഉള്ളവർക്കും തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. ആ ഓപ്പർച്യൂണിറ്റീസ് ചെറുതാണെങ്കിൽ പോലും അത് അവർ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കുക. അതിലൂടെ അവർക്ക് വലിയ ഓപ്പർച്യൂണിറ്റീസ്, വളരെ വലിയ അവസരങ്ങൾ തീർച്ചയായിട്ടും അവരെ തേടി വരും. കുട്ടികൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ അവരുടെ വിദ്യാഭ്യാസ രീതി മുന്നോട്ട് പോകും. അതുപോലെ തന്നെ വിദേശത്തേക്ക് പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അവരുടെ ആ നിയമപരമായ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയാൽ തീർച്ചയായിട്ടും അവർക്ക് വിദേശത്ത് പോകാനും വിദ്യാഭ്യാസം ആയിട്ട് മുന്നോട്ട് പോകാനും സാധിക്കും. ഈ നക്ഷത്രക്കാർ യാത്രകളുണ്ടെങ്കിൽ കഴിവതും ഒഴിവാക്കുക. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായിട്ട് ഷോൾഡർ, ഹിപ്പ്, അടിവയർ, പിന്നെ തെന്നി വീഴുന്നൊരു സാഹചര്യം ഉണ്ടാകും. കാല് തെന്നി വീഴുക, അതായത് ബാത്റൂമിലോ അല്ലെ മറ്റ് സ്ഥലങ്ങളിലോ തെന്നി വീഴുന്ന സാഹചര്യം ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വെങ്കടേശ്വര ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ചതയം നക്ഷത്രക്കാർക്ക് 2024 അവരുടെ നേരത്തെ ഉണ്ടായിരുന്ന
ആ ഒരു ദുഃഖങ്ങളും സങ്കടങ്ങളൊക്കെ മാറി വളരെ നല്ല ഹാപ്പിനെസ് തരുന്ന ഒരു സമയമായിരിക്കും വരുന്നത്. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ജോലി സ്ഥലത്ത് നല്ലൊരു അംഗീകാരം കിട്ടുകയും ഗുഡ് വില്ല് കിട്ടുകയും അതുപോലെ തന്നെ ഇവരുടെ സുപ്പീരിയേഴ്സൊക്കെ ഇവർക്ക് സപ്പോർട്ടീവായിട്ട് വരികയും ഇവരുടെ ആ ഒരു ടാലൻറ്റിന് അംഗീകാരം കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവർ ശ്രദ്ധിക്കേണ്ടത് ആ ജോലി സ്ഥലത്ത് സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക, നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുടുംബത്തിൽ നല്ല സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഇവരുടെ പങ്കാളി ഇവർക്ക് അനുകൂലമായിട്ട് വരും. ഇവർക്ക് സഹോദരന്മാരൊക്കെയാണ്, ആ സഹോദരന്മാരും ഇവർക്ക് നല്ല അനുകൂലമായിട്ട് സ്നേഹത്തോടുകൂടി വരുന്ന സാഹചര്യം ഉണ്ടാവും. ഇവർ ആരായിട്ട് ഇടപെട്ടാലും അവരായിട്ട് വളരെ സൗമ്യമായിട്ടുള്ള രീതിയിലുള്ള വർത്തമാനം തന്നെ പറഞ്ഞു പോകുന്നത് ഇവർക്ക് നല്ലതായിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ് ഒന്ന് ഡൗൺ ആകും, പക്ഷേ അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ഭാവിയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഇവർ ശ്രദ്ധിക്കേണ്ടത് പുതിയ എഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് എടുത്തു ചാടി ഒരിക്കലും സൈൻ ചെയ്യാതിരിക്കുക. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് ആ ക്ഷമ വളരെ അത്യാവശ്യം. ആ ക്ഷമയോടുകൂടി ഇവർ ആ ഒരു തക്കം പാത്തിരിക്കുക എന്ന് പറയില്ലേ, ആ രീതിയിൽ ഇവരിരുന്നാൽ അവർക്ക് ആ ചാൻസ് വരുമ്പം തന്നെ ഇവർക്ക് കയറി ആ ഒരു പൊസിഷനിലേക്ക് ഇവർക്ക് എത്തിപ്പെടാൻ സാധിക്കും. കലാരംഗത്തും മീഡിയയിലും പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ ഒരു വർത്തമാനത്തിലൂടെ അല്ലാതെ പൊങ്ങച്ച വർത്തമാനത്തിലൂടെ അല്ലാതെ അവരുടെ എഫർട്ട് തെളിയിച്ച് കാണിച്ചാൽ മാത്രമാണ് അവർ പ്രതീക്ഷിക്കുന്ന കൂടുതൽ അവസരങ്ങൾ അവർക്ക് ഈ വർഷത്തിൽ തന്നെ ലഭിക്കും. കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ വിനോദങ്ങളിലേക്ക് കൂടുതൽ പോകാതെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ മാത്രം അവർക്ക് നല്ല സ്കോർ ചെയ്ത് പോകാൻ സാധിക്കും. വാഹനം ഡ്രൈവ് ചെയ്യുന്നവരും നന്നായിട്ട് ശ്രദ്ധിച്ച് അക്ഷമയോടുകൂടി തന്നെ ഡ്രൈവ് ചെയ്യണം. അശ്രദ്ധ വരാനുള്ള സാധ്യതയും ഈ വർഷം കൂടുതലുണ്ട്. ആരോഗ്യ സംബന്ധമായിട്ട് പല്ല്, ലോവർ ബാക്ക്, അതുപോലെ തന്നെ ദഹനം, കാല് സംബന്ധമായുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയും ഈ വർഷമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വേണ്ട ട്രീറ്റ്മെൻറ്റൊക്കെ യഥാസമയം എടുക്കുക. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ വർഷം നല്ലത്. പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് 2024 അവർക്ക് ഒരുപാട് സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും കഴിഞ്ഞ വർഷമൊക്കെ 2023 ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറഞ്ഞ് അവരുടെ ആ ഒരു സന്തോഷം അല്ലെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും ഈ വരുന്നത്. ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് ആ ഒരു കഴിവിനനുസരിച്ചുള്ള ഒരു അംഗീകാരവും അവരുടെ ജോലി സ്ഥലത്ത് ലഭിക്കും. അതുപോലെ തന്നെ ട്രാൻസ്ഫറൊക്കെ വന്നാൽ അത് എനിക്ക് അനുയോജ്യമാണ് എന്ന് അവർ സ്വീകരിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. കുടുംബത്തിൽ നല്ല സമാധാനം ഉണ്ടാവും. അതുപോലെ തന്നെ കുടുംബാംഗങ്ങളുടെ ഇടയ്ക്ക് ഈ നക്ഷത്രക്കാർക്ക് നല്ലൊരു സ്റ്റാറ്റസ് വർദ്ധിക്കും. പക്ഷെ പുതിയ ആൾക്കാരൊക്കെ പരിചയപ്പെടാൻ സാധിക്കും. പക്ഷെ പുതിയ ആൾക്കാരെ പരിചയപ്പെടുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് പഠിച്ച് ശേഷം തന്നെ അത് മുന്നോട്ട് പോകാം. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം സാമ്പത്തിക കാര്യങ്ങൾ ഡീൽ ചെയ്യുക. കുട്ടികളായിട്ട് ഇടപെടുമ്പോൾ അവരെ വിഷമിപ്പിക്കുന്നതല്ല, അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഈ നക്ഷത്രക്കാർ കഴിവതും ഉപയോഗിക്കാതിരിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് ബിസിനസ്സിൽ കുറച്ചെങ്കിലും അവർക്ക് ഉയർന്നു വരാൻ സാധിക്കുക. പക്ഷേ വിദേശമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുമ്പോൾ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി നല്ല സ്മൂത്തായിട്ട് പോകാനും ഈ വർഷം സാധിക്കും. രാഷ്ട്രീയ മേഖലയിലുള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് 2024. നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന്, അതായത് മറ്റുള്ളവർ ചെയ്യുന്ന പ്രശ്നത്തിന് നമ്മൾ പഴി കേൾക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ടിരിക്കും. കലാരംഗത്തും മീഡിയ രംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർ നമ്മൾ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്തവരെ നമ്മൾ ഹെൽപ്പ് ചെയ്താൽ അത് നമുക്ക് ഡബിൾ എഫക്റ്റ് നമ്മുടെ കരിയറിൽ ഭാവിയിൽ തീർച്ചയായിട്ടും ലഭിക്കും. കുട്ടികൾ അവർ രാവിലെ തന്നെ എഴുന്നേറ്റ് പഠിക്കണം. അത് ഈ ഒരു വർഷം അവർക്ക് കരിയറിൽ അവരുടെ വിദ്യാഭ്യാസത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പല കൂട്ടുകെട്ടുകളിലൂടെ ആ ഫ്രണ്ട്സ് പറയുന്നത് കേട്ട് വീട്ടിൽ വന്ന് വഴക്കുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവും. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പഠിക്കേണ്ടത് കൃത്യമായിട്ട് രാവിലെ തന്നെ എഴുന്നേറ്റ് ആ ഒരു ഏകാഗ്രതയോടുകൂടി ഇരുന്ന് പഠിച്ചാൽ മാത്രമേ അവർക്ക് കരിയറിൽ അവരുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ദീർഘദൂര യാത്രകൾ പോകുന്നവരാണെങ്കിൽ കൃത്യമായിട്ട് ആ ഉറക്കം ആ ഒരു ടൈമിങ്ങിൽ ചെയ്യണം. അതല്ലെങ്കിൽ അവർക്ക് യാത്രയെയും മറ്റ് അപകടങ്ങളിലേക്കുള്ള സാധ്യതയും ഈ വർഷം ഉണ്ടാവും. ആരോഗ്യ സംബന്ധമായിട്ട് അസ്ഥി, ഞരമ്പ്, പല്ല് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൃത്യസമയത്ത് എടുക്കണം. ഞാൻ ആദ്യം പറഞ്ഞ ഉറക്കം കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്.
പറ്റാതെങ്കിൽ 2024 ഇവരുടെ ആ ലൈഫിൽ ഉണ്ടാകുന്ന ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കോംപ്രമൈസ് ചെയ്ത് പോയാൽ മാത്രമായിരിക്കും അവരുടെ ആഗ്രഹം സഫലീകരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക. ഇവരുടെ ജോലിയിൽ അല്ലെങ്കിൽ ഇവരുടെ ലൈഫിൽ ആ ഒരു ക്ഷമയും ഉത്തരവാദിത്വവും രണ്ടും ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മാത്രമേ ഇവർക്ക് കരിയറിൽ നല്ലൊരു ഹൈറ്റ്സിലേക്ക് ഇവർക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഒരു കാരണവശാലും ഒരു തേർഡ് പേഴ്സൻ്റെ പേഴ്സണൽ ലൈഫിൽ ഇടപെടാൻ പോകാതിരിക്കുക എന്നുള്ളവർ ഇവർ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുടുംബത്തിൽ നല്ല സമാധാനവും ശുഭകാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. ഈ നക്ഷത്രക്കാരുടെ കുട്ടികളുടെ ലൈഫും നല്ല ഫ്ലറിഷ് ചെയ്തു വരും. അതുപോലെ തന്നെ ഈ നക്ഷത്രക്കാരുടെ പങ്കാളിയുടെ വാക്കുകളും ആശയങ്ങളും ഇവർ വില കൊടുത്താൽ, അത് അംഗീകരിച്ചാൽ, അത് ഇവരുടെ ലൈഫിനെ തന്നെ അത് വലിയൊരു നല്ല രീതിയിലുള്ള മാറ്റം ഇവർക്കുണ്ടാവും. പക്ഷേ കുടുംബപരമായിട്ട് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ നക്ഷത്രക്കാരുടെ സത്യസന്ധതയും ഹാർഡ് വർക്കുമായിരിക്കും ഇവരുടെ ആ ചെയ്യുന്ന ജോലി അല്ലെങ്കിൽ ബിസിനസ്സിൽ ഇവരെ ഉയർച്ചയിലേക്ക് എത്തിക്കുക. രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ എപ്പോഴും നല്ല കാമൻ ക്വയറ്റ് ആയിട്ട് തന്നെ ഇരിക്കണം. അതായിരിക്കും അവരെ അടുത്തൊരു പൊസിഷനിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുക. അതുപോലെ തന്നെ ഒരു മറ്റൊരാൾ റെക്കമെൻഡ് ചെയ്യുന്നതിലൂടെയോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഷോർട്ട് കട്ടിലൂടെ പോയാൽ ഇല്ലീഗലായിട്ട് കാര്യങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും ഇവർക്കത് പിടിവീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വളരെ ശ്രദ്ധിച്ച് ആ രാഷ്ട്രീയ മേഖല ഇവർ മുന്നോട്ട് നോക്കണം. കലാരംഗത്തും മീഡിയയിലും പ്രവർത്തിക്കുന്നവർ ഇവർക്ക് ഒരു അഹങ്കാര സ്വഭാവം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വച്ചാൽ ഇവർക്ക് ഡബിൾ എഫക്റ്റ് ആയിരിക്കും, ഡബിൾ ഇമ്പാക്റ്റ് ആയിരിക്കും ഇവരുടെ ആ ഒരു കരിയർ ലൈഫിൽ ഇവർക്ക് കിട്ടുക. കുട്ടികൾ, വിദ്യാർത്ഥികൾ അവരുടെ ആ പഠനത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മാത്രമേ ഇവർക്ക് ഒരു സ്കോർ, പ്രതീക്ഷിക്കുന്ന സ്കോറെങ്കിലും ഇവർക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും ഇവരുടെ കയ്യിലുള്ള ആഭരണങ്ങളോ പൈസയൊക്കെ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ആരോഗ്യ സംബന്ധമായിട്ട് രക്തക്കുഴൽ, ഞരമ്പ്, കാൽമുട്ട്, അലർജി പോലെയുള്ള അസുഖങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അത് കെയർഫുള്ളായിട്ട് തന്നെ വേണ്ട ചികിത്സയൊക്കെ എടുത്ത് മുന്നോട്ട് പോകും. നരസിംഹസ്വാമി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. രേവതി നക്ഷത്രക്കാർ 2024 എന്ത് കാര്യം ചെയ്താലും അത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെ ചെയ്തു പോയാൽ അവർക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ല ഹൈറ്റ്സിലേക്ക് അവർക്ക് എത്തിപ്പെടാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് അവരുടെ ആ ഒരു കഴിവനുസരിച്ച് അല്ലെ കഴിവിന് മേൽ അവർക്ക് ഒരു അംഗീകാരം കിട്ടാനും കൂടെ നല്ലൊരു സമയമാണ്. പക്ഷേ അവരിലുള്ള ഒരു അശ്രദ്ധ അല്ലെങ്കിൽ ഒരു ആലസ്യമായ സ്വഭാവം ഇതൊക്കെ അവരൊന്ന് ഒഴിവാക്കേണ്ടതാണ്. കുടുംബത്തിൽ നല്ല സമാധാനമൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ഇവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ഇവരുടെ പേരൻസിനോട് വളരെ ഓപ്പണായിട്ട് ഇവർ സംസാരിക്കണം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ആ ഒരു ക്ഷമ ഇത് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ, അതുപോലെ തന്നെ ആ പ്ലാനിങ്ങും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് പുതിയ വാഹനങ്ങൾ, വീട് വാങ്ങാനും ഒക്കെയുള്ളൊരു യോഗം ഈ 2024 മറ്റു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും മറ്റുള്ളവരിൽ നിന്ന് ആഭരണങ്ങളോ പൈസയോ വാങ്ങുകയോ കൊടുക്കുകയോ ചെയ്യാതിരിക്കാനും കൂടെ ശ്രദ്ധിക്കണം. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി തന്നെ 2024 എന്തൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്ത് തന്നെ ആ ബിസിനസ്സിൽ മുന്നോട്ട് പോവുക. ഒരു കാരണവശാലും നമുക്ക് അറിയില്ലാത്തൊരു ബിസിനസ്സിൽ നമുക്ക് സാമ്പത്തികം ഒരുപാട് ഉണ്ടെങ്കിൽ പോലും അത് ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. രാഷ്ട്രീയ മേഖലയിലുള്ള രേവതി നക്ഷത്രക്കാർ ഒരു കാരണവശാലും നമ്മുടെ ലീഡറിനെ അല്ലെങ്കിൽ ടോപ്പിലുള്ളവരെ അറിയാതെ അല്ലെ അവരെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യവും നടപ്പിലാക്കാൻ പാടില്ല. അങ്ങനെ ആ നടപ്പിലാക്കിയാൽ അത് അവരുടെ സ്ഥാനത്തെയും മാനത്തെയും സ്ഥാനമാനം അവർക്ക് നഷ്ടപ്പെടാനുള്ളൊരു സാധ്യതയും വളരെ കൂടുതലാണ്. കലാരംഗത്തും മീഡിയ രംഗത്തും ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇവർക്ക് തന്നെ ഒരു അട്രാക്ഷൻ ഉണ്ട് ഈ രേവതി നക്ഷത്രക്കാർ. അപ്പോൾ ആ ഒരു അട്രാക്ഷനിലൂടെ അവർ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും ലഭിക്കും. വിദ്യാർത്ഥികൾ ഒരു കാരണവശാലും പേരൻസിൻ്റെ കൺസെൻറ്റ് ഇല്ല, പേരൻസിൻ്റെ ഒരു സമ്മതം ഇല്ലാതെ പുറത്തേക്ക്, അത് വീടിന് പുറത്തേക്കോ അല്ലെങ്കിൽ ടൂറ് പോലുള്ള കാര്യങ്ങൾക്ക് ഒരു കാരണവശാലും പോകാതിരിക്കുക. യാത്രകളൊക്കെ ഒരുപാട് ചെയ്യുന്നവരാണെങ്കിൽ ഓവർ സ്പീഡ് ഒന്ന് കൺട്രോൾ ചെയ്ത് പോകുന്നത് ഇവർക്ക് നല്ലതായിരിക്കും. ആരോഗ്യ സംബന്ധമായിട്ട് സൈനസ്, മൈഗ്രെയിൻ, കഫം, അതുപോലെ തന്നെ ചെറു പ്രാണികളിൽ നിന്നുള്ള ഉപദ്രവങ്ങൾ ഇതുപോലെയൊക്കെ ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പാർവതിയെ പ്രാർത്ഥിക്കുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം നല്ലത്.